എന്താന്ന് വെച്ചാൽ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ജനറൽ സർവീസ് ഓഫീസ്, അതായത് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഏകദേശം 180 രാജ്യങ്ങളിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉള്ളതായിട്ടാണ് ഇന്റർനാഷണൽ കൺവെൻഷനിൽ വെച്ച് അവർ പറഞ്ഞത്. 180 159 ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും എത്രയും രാജ്യങ്ങളായിക്കോട്ടെ, ഏത് രാജ്യമാണെങ്കിലും അവിടെ ഒരു ജനറൽ സർവീസ് ഓഫീസ് ഉണ്ടാവും. അതിന് മുമ്പുണ്ടായിരുന്ന അതിന്റെ ഫോം എന്ന് പറയുന്ന ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്നായിരുന്നു, ദി ആൽക്കഹോളിക് ഫൗണ്ടേഷൻ. ഈ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ആണ് പിന്നീട് ജനറൽ സർവീസ് ഓഫീസായിട്ട് മാറിയത്, ജനറൽ സർവീസിന്റെ ഓഫീസായിട്ട് മാറിയത്. അപ്പം നമുക്കറിയാം, ഇന്ത്യക്കും ഉണ്ട് അങ്ങനെ ജനറൽ സർവീസ് ഓഫീസ്. അതിന്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. ഞാനൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഓഫീസിലേക്ക് മാറി. ആ പുതിയ ഓഫീസിലല്ല, പഴയ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം നിലവില് ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ചരിത്രത്തിന്റെ ഭാഗത്തോട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം, ബിഗ് ബുക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആൽക്കഹോളിക് ഫൗണ്ടേഷൻ അവർ രൂപീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിഗ് ബുക്കിന് വേണ്ടി ശേഖരിക്കുന്ന പണവും അല്ലെങ്കിൽ എഐക്ക് വേണ്ടി ലഭിക്കുന്ന പണങ്ങളെല്ലാം നിക്ഷേപിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരു കറക്റ്റായിട്ട് കണക്ക് എല്ലാവരും ബിൽ ഡബ്ല്യു അതിന് പറയുന്നത്, പിന്നീട് എപ്പോഴെങ്കിലും വിമർശകന്മാർ മൈക്രോസ്കോപ്പിലൂടെ നമ്മളെ നിരീക്ഷിക്കാൻ ഇടവരും. എന്ന് വെച്ചാൽ അത്രയും സൂക്ഷ്മമായിട്ട് നമ്മളെ നിരീക്ഷിക്കും. എവിടെയെങ്കിലും പണം ചോർന്നു പോയിട്ടുണ്ടോ, ആരെങ്കിലും പണം ചോർത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. അതുകൊണ്ട് തന്നെ കൃത്യം കണക്കുകളാണ് ബിൽ ഡബ്ല്യു ഡേ 1 മുതൽ സൂക്ഷിച്ചിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു. പിന്നീട് പലരും അതിന് തർക്കത്തിൽ വന്നു. അതായത് ബിഗ് ബുക്കിന്റെ പണം ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർ കമ്മിറ്റി രൂപീകരിച്ചൊക്കെ അതിന് കണക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കണക്കുകളൊക്കെ ഇപ്പോഴും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഓൺലൈനിലൊക്കെ അതിന്റെ പ്രിന്റഡ് പേപ്പറുകളൊക്കെ ലഭ്യമാണ്. ഏതായാലും ഇതിനുശേഷം അവർ ശ്രമിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അമേരിക്ക മുഴുവൻ ബുക്ക് എത്തിക്കണം. അതൊരു പ്രധാന കാരണം തന്നെ. രണ്ടാമത്തെ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട്, അമേരിക്ക മുഴുവനും ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് എത്തണം. കാരണം അന്ന് നിലവിൽ 1939 കാലഘട്ടങ്ങളിൽ വ്യാപകമായ ഡി അഡിക്ഷൻ സെന്റേഴ്സോ വ്യാപകമായ ആശുപത്രികളോ ഇല്ല. അപ്പൊ മദ്യപന്മാരെ പലപ്പോഴും ആശുപത്രികൾ സ്വീകരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പെയ്ഡ് മിഷണറിമാരെന്ന് വെച്ചാൽ മദ്യാസക്തരെ കണ്ടെത്തി അവർക്ക് ഈ സന്ദേശം കൊടുക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാനും ശമ്പളം കൊടുത്തുകൊണ്ടുള്ള സേവകന്മാരെ നിയമിക്കാനും അവർ ലക്ഷ്യമിട്ടിരുന്നു, മിഷണറിമാരെ പോലെ. ഇവിടെ നമ്മൾ ബിഗ് ബുക്കിന്റെ നമുക്കറിയാം, പിന്നീട് ബിഗ് ബുക്ക് മാത്രമാണ് പുറത്തിറങ്ങിയത്. എന്നിരുന്നാൽ തന്നെയും ഡോക്ടർ ബോബും ബിൽ ഡബ്ല്യുവും സ്വന്തമായി ഒഹായോയിൽ ഒരു ഹോസ്പിറ്റൽ, അതായത് ഡോക്ടർ ബോബിന്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി തുടങ്ങണം, ചില സാനിറ്റോറിയങ്ങൾ തുടങ്ങണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചു. അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത 1-2 പേജുകളിൽ അവർ സാനിറ്റോറിയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ജഡ്ജ് കേസി ആൻഡ് ദ പ്രോസ്പെക്ട് ഓഫ് ദ DC സാനിറ്റോറിയം. അതായത് ഒരു DC-യിൽ, വാഷിങ്ടൺ DC-യിൽ സാനിറ്റോറിയം തുടങ്ങാനായിട്ട് ഒരു ജഡ്ജിന്റെ സഹായം അവർ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അവർ ചില വീടുകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കുറെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ എവറിത്തിങ് ലുക്ക്ഡ് എക്സ്ട്രീംലി പോസിറ്റീവ്, എല്ലാം നല്ല പോസിറ്റീവായി കണ്ടു. ഡ്യൂറിങ് ഫിറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് കേസി ദ ജഡ്ജ്, അതായത് ഫിറ്റ്സ് മയോയുടെ ആദ്യത്തെ മീറ്റിംഗ്, ജഡ്ജായിട്ടുള്ള കേസിയായിട്ടുള്ള മീറ്റിംഗ് ടുക്ക് ഫയർ റൈറ്റ് എവേ ആൻഡ് വാണ്ടഡ് ടു നോ വാട്ട് വി പ്രൊപ്പോസ്ഡ്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. കാരണം വെച്ചാൽ അത് തീ പോലെ ആളിപ്പടർന്നു. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ദാറ്റ് വാസ് ഓൾ ഫിറ്റ്സ് മയോ നീഡഡ് ടു ഹിയർ. അത് മാത്രമാണ് ഫിറ്റ്സ് മയോയ്ക്ക് ആ ജഡ്ജിൽ നിന്ന് കേൾക്കാനുണ്ടായിരുന്നത്. ഹി ഇമ്മീഡിയറ്റ്ലി ടെലിഫോൺഡ് ബ്രൂക്ലിൻ. ഉടനെ തന്നെ ബ്രുക്ലിനിലുള്ള ബിൽ ഡബ്ല്യുവിന് അദ്ദേഹം ഫോൺ ചെയ്തു. ആൻഡ് ബിൽ വിൽസൺ കോട്ട് ദ നെക്സ്റ്റ് ട്രെയിൻ സൗത്ത് ഫോർ വാഷിംഗ്ടൺ DC. ഉടനെ തന്നെ ബിൽ വിൽസൺ ആകട്ടെ അടുത്ത ട്രെയിനിൽ വാഷിംഗ്ടൺ DC-യിലേക്ക് പുറപ്പെട്ടു. വേർ ഹി സ്റ്റേഡ് ഫോർ ദ നെക്സ്റ്റ് 10 days. അടുത്ത 10 ദിവസം ബിൽ വിൽസൺ അവിടെ താമസിച്ചു. ഡ്യൂറിംഗ് that week and a half, he and Fitz made several calls on the judge, during which they suggested that enough funds ought to be raised by private subscription or rent a house in Washington this winter and open a farm of the outskirts next spring. അതായത് ജഡ്ജ് പറയാണ്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലം റെന്റിന് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാം ഹൗസുകൾ റെന്റിന് എടുത്തതിന് ശേഷം ഇത്തരം ഒരു സാനിറ്റോറിയം, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സാനിറ്റോറിയം തുടങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അപ്പൊ ജഡ്ജ് അവിടെ നിന്ന് കിട്ടുന്ന ക്ലയൻസിന് അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു വാക്ക്. അപ്പൊ അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിറ്റ്സ് മയോയും നമ്മുടെ AA അംഗമായ ഫിറ്റ്സ് മയോയും ബിൽ ഡബ്ല്യു അവിടെ താമസിച്ചത്. അതായത് അടുത്ത വിന്ററിന് മുമ്പ് അത് ഓപ്പൺ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ
നെക്സ്റ്റ് വിന്റർ കഴിയുമ്പോഴെങ്കിലും നെക്സ്റ്റ് സ്പ്രിങ്ങിലെങ്കിലും അത് ഓപ്പൺ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. ദെയർ പ്ലാൻ വാസ് ടു അക്സെപ്റ്റ് സെലക്ടഡ് കേസസ് ഉള്ളി. അതായത് അവരുടെ പ്ലാന്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അതായത് എല്ലാവരെയും അഡ്മിറ്റ് ആവുന്നില്ല, ജഡ്ജ് പറയുന്ന ചില തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വേണ്ടി, ഇൻ ഓർഡർ ടു ബിൽഡ് അപ്പ് എ സ്ട്രോങ് ടീം ഡൗൺ ഇൻ ദാറ്റ് ഡിസ്ട്രിക്ട്. അവിടെ നമുക്ക് ഒരു നല്ലൊരു ടീം ഉണ്ടാവണം ആ ജില്ലയിൽ, വാഷിംഗ്ടൺ DC-യിൽ. വൺസ് പ്രസന്റഡ് വിത്ത് ദിസ് പ്രൊപ്പോസൽ, ഇങ്ങനെ നമ്മൾ ഈ പ്രൊപ്പോസല് അതിൽ ഇത്തരം ആശയങ്ങള് നമ്മുടെ ജഡ്ജിന്റെ മുമ്പിൽ വയ്ക്കുകയും കേസ് ഗ്രൂ ഈവൻ മോർ enthusiastic and claimed there would be a little difficulty in raising the money among his friends for such an experiment. അവ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ജഡ്ജിന്റെ കൂട്ടുകാരിൽ നിന്ന് പണം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. വിത്ത് ദി അൾട്ടിമേറ്റ് പ്ലാൻ ബീയിങ് ദാറ്റ് ഇറ്റ് ആഫ്റ്റർ എ ഇയർ ട്രയൽ ദ എക്സ്പെരിമെന്റ് പ്രൂവ്ഡ് സക്സസ്ഫുൾ. അതായത് അദ്ദേഹം പറയണം, ഇപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് പണം കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പണമൊന്നും തരത്തില്ല. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നമുക്കിതൊരു തെളിവായിട്ട് അവരുടെ മുമ്പിൽ, ഒരു ട്രയലൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു തെളിവായിട്ട് അവരുടെ മുമ്പിൽ വെക്കാമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ സാനിറ്റോറിയം തുടങ്ങാൻ കഴിയും. There would be no trouble in getting the district to make a larger contribution for a still larger effort. അപ്പോൾ കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ട് ആ ജില്ലയിൽ നിന്ന് നമുക്ക് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഫൈനലി ദേ വേർ റിയലി ഗെറ്റിംഗ് സംവെയർ. ഏതായാലും അവസാനം അവരെവിടെയെങ്കിലും എത്തിയെന്ന് വെച്ചാൽ അവരൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തി. KC വാസ് എ ഗുഡ് ആസ് ഹിസ് വേർഡ്. അതെ, വാക്കുകൾ പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളായിരുന്നു KC. ഡിസ്കസിംഗ് ദെയർ പ്രൊപ്പോസൽ വിത്ത് സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഹു ഇൻക്ലൂഡ് ദ ചീഫ് കമ്മീഷണർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. അതായത് കൊളംബിയ എന്ന് പറയുന്ന ആ ജില്ലയുടെ ചീഫ് കമ്മീഷണറുമായിട്ട് KC സംസാരിക്കുന്നുണ്ട്. ദ പ്രസിഡന്റ് ഓഫ് ദ വാഷിംഗ്ടൺ ബോർഡ് ഓഫ് ട്രേഡ്, അതായത് വ്യാപാരങ്ങളുടെ ബോർഡായിട്ടുള്ള വാഷിംഗ്ടൺ ബോർഡിന്റെ പ്രസിഡന്റിനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ദ ഹെഡ് ഓഫ് ദ എൽസിന്റെ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡിനോട് സംസാരിക്കുന്നുണ്ട്, തലവനോട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് സം അതർ പ്രൊമിനന്റ് ബിസിനസ് പീപ്പിൾ. അതുകൂടാതെ പ്രധാനപ്പെട്ട പല ബിസിനസ് അംഗങ്ങൾ, വ്യാപാര അംഗങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആഫ്റ്റർ ലിസണിങ് ടു ദ ജഡ്ജസ് പ്രസന്റേഷൻ, അതായത് ഈ ജഡ്ജിന്റെ ഈ അവതരണത്തിന് ശേഷം, ആൻഡ് റീഡിങ് ഓവർ ദ 2 chapters ഓഫ് ദ ബുക്ക്, ബുക്കിലെ 2 അധ്യായങ്ങളുടെ വായനയ്ക്ക് ശേഷം, സെവറൽ ഓഫ് ദിസ് ജെന്റിൽമാൻ സജസ്റ്റഡ് എ മീറ്റിംഗ് ബി ഓർഗനൈസ്ഡ് വെയർ ദേ കുഡ് സ്പീക്ക്. അതായത് ഈ ബിസിനസ്സുകാരായിട്ടുള്ള മനുഷ്യർ പറഞ്ഞു, ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം, ഞങ്ങൾക്കും കൂടി സംസാരിക്കുന്നുണ്ട്. ഡയറക്ട്ലി വിത്ത് ദ റിക്കവേർഡ് ആൽക്കഹോളിക്, അതായത് ഈ പറയുന്ന സുഖപ്പെട്ടു എന്ന് പറയുന്ന ഈ ആളുകളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം. ആൻഡ് ദെൻ മേക്ക് എ കോർഡിനേറ്റഡ് പ്ലാൻ ഫോർ ദർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ്. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തെരഞ്ഞെടുക്കാം. While Bill claims the suggestions of this meeting came from Washington, അതായത് വാഷിംഗ്ടണിലെ ഈ മീറ്റിംഗ് ബില്ല് നിർദ്ദേശിച്ചു. The proposal so closely mirrored the successful meeting with the Rockefeller team the previous December. കഴിഞ്ഞ ഡിസംബർ മാസം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മീറ്റിങ്ങിനോട് സുതുലനം ചെയ്യാവുന്ന ഒരു മീറ്റിംഗ് ആണിത്. ഇത് തീർച്ചയായും ഒരു വിജയകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ബിൽ വിൽസൺ പ്രഖ്യാപിച്ചു. ഓർ ഹിസ് ഗ്ലോയിങ് അക്കൗണ്ട് ഓഫ് ദാറ്റ് ഡിന്നർ, അതായത് അന്നത്തെ ഡിന്നർ, അത്താഴ വിരുന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ. അതുപോലെ തന്നെയുള്ള മറ്റൊരു മീറ്റിംഗ് ആയി ഇത് മാറുമെന്ന് അദ്ദേഹം വിചാരിച്ചു. വാസ് ലൈക്ലി ദ ഒറിജിനൽ സോഴ്സ് ഓഫ് ദിസ് ഐഡിയ. അപ്പൊ ഈ ആശയങ്ങളിലൂടെ കൂടുതൽ തുക കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ബട്ട് whoever formulated the plan, the organization of the meeting quickly floundered, and Bill's hope of repeating the Rockefeller Center's success turned into a long drawn out affair that eventually spilled over in the late September and then dragged on until November. അപ്പോൾ ഈ മീറ്റിംഗ് റോക്ക്ഫെല്ലർ ഫണ്ടറിൽ സക്സസ് ആയിരുന്നുവെങ്കിലും പിന്നീട് ഇവിടെ നടത്തേണ്ട മീറ്റിംഗ് വളരെ പതുക്കെ സെപ്റ്റംബറിലേക്കും നവംബറിലേക്കും ഒക്കെ നീട്ടിവെച്ച് മുന്നോട്ട് പോയി. പക്ഷെ മീറ്റിംഗ് നടന്നില്ല. ബിൽ ആൻഡ് ഫിറ്റ്സ് കെയിം ബാക്ക് ടു ബ്രുക്ലിൻ ഓൺ August 23rd. അതായത് അത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് August 23rd ബില്ലും ഫിറ്റ്സും തിരിച്ചു പോന്നു. അറൈവിംഗ് ജസ്റ്റ് ഇൻ ടൈം ടു അറ്റൻഡ് ദിസ് ട്യൂസ്ഡേ നൈറ്റ് മീറ്റിംഗ്. അതായത് ചൊവ്വാഴ്ച രാത്രിയിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ തിരിച്ചു വന്നു. ബോത്ത് മെൻ ഹാഡ് സെവറൽ അപ്പോയിന്റ്മെന്റ്സ് വിത്ത് പ്രോസ്പെക്റ്റീവ് ഡോണേഴ്സ് ദാറ്റ് വീക്ക് ഇൻ ദ സിറ്റി വെയർ. അപ്പോൾ ആ ആഴ്ചകളിൽ ചില അംഗങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ചില ബിസിനസ്സുകാരുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഉള്ളത് കൊണ്ടുകൂടിയാണ് അവർ തിരിച്ചു വന്നത്. വൺസ് അഗെയിൻ ദേ എൻകൗണ്ടേർഡ് അൺകോംപ്രഹെൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ഈവൻ പ്ലീസ് ഓഫ് പോവർട്ടി ഫ്രം അതർ ഫൗണ്ടേഷൻസ്. അപ്പോൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് അൺകോംപ്രഹെൻഡിങ് റെസിസ്റ്റൻസ്, അതായത് ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും
ചില ഈവൻ പ്ലീ ഓഫ് പോവർട്ടി ഫ്രം അതർ ഫൗണ്ടേഷൻ, പലരും പല ഫൗണ്ടേഷൻസും ദരിദ്രമായിട്ടിരുന്ന പല ഫൗണ്ടേഷൻസും ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഫിറ്റ്സ് റിസീവ്ഡ് വൺ പർട്ടിക്കുലർലി ഹെയർഫുൾ റെസ്പോൺസ് ഫ്രം മിസ്റ്റർ ബുള്ളീസ്, ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ നാഷണൽ കമ്മിറ്റി ഓഫ് മെന്റൽ ഹൈജീൻ. അതായത് ഫിറ്റ്സിന് ഒരു റെസ്പോൺസ്, ഒരു മറുപടി കിട്ടുകയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള നാഷണൽ കമ്മിറ്റി ഓഫ് മെന്റൽ ഹൈജീൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ ബുള്ളീസ് എന്ന്. ക്ലെയിമിംഗ് ദേ വെർ കറന്റ്ലി റണ്ണിങ് ആൻ ആനുവൽ ഡെഫിസിറ്റ് ഓഫ് $20,000 and actively discouraging Mayo from contacting any of their regular donors. They needed the money themselves. അപ്പൊ അവർ പറയുന്നത് അവർക്ക് ഒരു വർഷം $20,000 ഡെഫിസിറ്റിലാണ് അവരുടെ അക്കൗണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്താണ്. ദേ നീഡ് ദ മണി ദംസെൽസ്, അവർക്ക് ആ പണം ആവശ്യമുണ്ട് എന്നാണ്. ദ ഫോളോയിങ് മൺഡേ, അടുത്ത മൺഡേയില് തിങ്കളാഴ്ച August 20, Fitz was still in Brooklyn. ഫിറ്റ്സ് ബ്രുക്ലിനിൽ തന്നെയുണ്ട്. ആൻഡ് ദ ജഡ്ജ് ഹാഡ് നോട്ട് എറ്റ് ബീൻ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് എ ഡേറ്റ് ദ വർക്കഡ് ടു എവരിവൺ ടു ഹി വാണ്ടഡ് ടു അറ്റൻഡ് ഹിസ് മീറ്റിംഗ്. അതായത് ജഡ്ജ് ആണെങ്കിൽ ആ മീറ്റിംഗിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ്സ് സെൻഡ് ഹിം എ ലെറ്റർ ഓഫ് എൻകറേജ്മെന്റ്. ഫിറ്റ്സ് വീണ്ടും ഒരു ലെറ്റർ അയക്കുകയാണ് ജഡ്ജിന്. ഹോൾഡിംഗ് ഔട്ട് ദ പ്രോസ്പെക്ട് ദാറ്റ് ഡോക്ടർ ബോബ് മൈറ്റ് ഈവൻ ബി ഏബിൾ ടു ജോയിൻ ദം ഫോർ ദ ഡിസ്കഷൻ ഇൻ വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന മീറ്റിംഗിൽ ഒരുപക്ഷെ ഡോക്ടർ ബോബും പങ്കെടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എൻകറേജ്മെന്റ് ലെറ്റർ ജഡ്ജ് കേസിക്ക് അയക്കുകയാണ്. ഡിയർ ജഡ്ജ് കേസി, വെൻ യു ഹാവ് ഡിറ്റർമിൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ദ മീറ്റിംഗ് വിച്ച് യു പ്രൊപ്പോസ്ഡ്, വിൽ യു പ്ലീസ് നോട്ടിഫൈ Mr. Wilson, 182 Clinton Street, Brooklyn, New York, as which in advance as possible. അതായത് എത്രയും വേഗം ഒരു കത്തുകൾ എഴുതിക്കൊണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് തയ്യാറാകാൻ പറ്റുന്നതെന്ന് ഞങ്ങളെ അറിയിക്കണം. We may be able to get a doctor who has been free from liquor for 3 years. ആ മീറ്റിംഗിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിൽ നിന്ന് മോചിതനായ ഒരു ഡോക്ടറെ കൂടി പങ്കെടുപ്പിക്കാൻ സാധിക്കും. ആൻഡ് ഹു ഈസ് എ ഹെഡ് ഓഫ് ലാർജ് ഗ്രൂപ്പ് ഓഫ് എക്സ്-ആൽക്കഹോളിക്സ് ഇൻ അക്രോൺ, ഒഹായോ. അപ്പോൾ ഒഹായോയിലെ ഒരു കൂട്ടം മദ്യാസക്തരുടെ തലവൻ കൂടിയാണ് അദ്ദേഹം. ദിസ് മെൻ ഹാസ് ഹാഡ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് കൂടുതൽ അനുഭവങ്ങളുണ്ട്, ബോത്ത് ഫ്രം ദ സ്പിരിച്വൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റ് വിത്ത് മെനി കേസസ്. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പോയിന്റുകൾ കൂടി പറയാനായിട്ട്. കാരണം ഇവർക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള അംഗങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ ആയിട്ടുള്ള പോയിന്റ് കൂടി കാണണമെങ്കിൽ തീർച്ചയായും ഈ ഡോക്ടറെ കൂടി കാണണമെന്ന് അദ്ദേഹം പറയണം. ഐ ഇമാജിൻ there will be about 6 of us present. ഒരു 6 പേരെങ്കിലും ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിറ്റ്സ് മയോ കത്തെഴുതുന്നത്. അപ്പൊ ഈ ഫിറ്റ്സ് മയോയുടെ ഈ കത്തുകൾക്കെല്ലാം ആർഎച്ച് കാണാം. അത് ആർഎച്ച് കാണുന്നത് റൂത്ത് ഹോക്കാണ് ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് എന്നുള്ളത് കൊണ്ടാണ്. ഐ എക്സ്പെക്ട് ടു ബി മൈ ഹോം നെക്സ്റ്റ് സാറ്റർഡേ. ഞാൻ അടുത്ത ശനിയാഴ്ച എൻ്റെ വീട്ടിലുണ്ടാവും. September 3 in the event you can get your group together next week. അപ്പോൾ September 3 എൻ്റെ വീട്ടിലുണ്ടാകും. On the same day, Bill wrote a letter to Dr. Bob telling him all the details of the recent development in Washington. അപ്പോൾ വാഷിംഗ്ടണിലുണ്ടായ ഇത്തരം ഡെവലപ്മെന്റുകളെ കുറിച്ച്, പുരോഗതിയെ കുറിച്ച് ഡോക്ടർ ബോബിനെ അറിയിച്ചുകൊണ്ട് ബില്ല് ഒരു കത്തെഴുതി. വിച്ച് ഹി ന്യൂ വുഡ് ബി ഓഫ് എക്സ്പെക്ടേഷണൽ ഇൻട്രസ്റ്റ്. അത് പ്രതീക്ഷകളെ ഉദ്ദീപിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ആ കത്തുകളെല്ലാം ബിൽഡബ്ല്യൂ എഴുതിയിരുന്നത്. ആൻഡ് ഡിസ്ക്രൈബിംഗ് ദ ഡെഫിനിറ്റ് പ്രൊപ്പോസൽ ഫോർ ദാറ്റ് ഏരിയ. അതായത് ആ ഏരിയയിൽ ഇങ്ങനെ ഒരു ആലോചനയുണ്ട്, ഒരു സാനിറ്റോറിയം തുടങ്ങാൻ ആലോചനയുണ്ട്. വിച്ച് വുഡ് ഇൻക്ലൂഡ് സം സോർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ഹൗസസ് ഇൻ വാഷിംഗ്ടൺ. അതായത് ദിസ് വിന്ററിൽ കമ്മ്യൂണിറ്റി ഹൗസസ് പോലെ നമുക്ക് ഈ വാഷിംഗ്ടണിൽ തുടങ്ങാൻ കഴിയും. ആൻഡ് നെക്സ്റ്റ് സ്പ്രിംഗ് ഫാം ഓൺ ദ ഔട്ട്സ്കേർട്സ്. അപ്പോൾ ഏതെങ്കിലും അടുത്ത സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഫാം ഹൗസുകൾ നമുക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാൻ കഴിയും. ഫൈനലി ഹി ഇൻഫോംഡ് ബോബ് ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് എ മീറ്റിംഗ് വുഡ് ബി ഹെൽഡ് ഷോർട്ട്ലി ആഫ്റ്റർ ലേബർ ഡേ, സേ അബൌട്ട് ദ 7th or 8th September. അതായത് September 7 or 8 ഉള്ള ലേബർ ഡേക്ക് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. വി തിങ്ക് വി ഓട്ട് ടു അപ്പിയർ ഇൻ വാഷിംഗ്ടൺ സം സ്ട്രെങ്ത്. അതായത് ഞങ്ങൾ വിചാരിക്കുന്നത് വാഷിംഗ്ടണിൽ നമുക്ക് എത്തിച്ചേരേണ്ടി വരും. ഇറ്റ് ഈസ് പ്രോബബ്ലി ദാറ്റ് ഫിറ്റ്സ് ഡൺ, മാർക്ലൈൻ, ഹാങ് പി, യുവർ സെൽഫ് ആൻഡ് മൈ സെൽഫ് ഷുഡ് ബി ദർ ഇഫ് പോസിബിൾ. അതായത് ഫിറ്റ്സ്, ഡോൺ മാർക്ലൈൻ എന്ന് പറയുന്ന മറ്റൊരംഗം, ഹാങ്ക്, പിന്നെ ഡോക്ടർ ബോബ്, പിന്നെ ബിൽ ഡബ്ല്യു, അങ്ങനെ ഇത്രയും പേര് 6 പേരെങ്കിലും അവിടെ പങ്കെടുക്കണമെന്നാണ് ബിൽ ഡബ്ല്യു ആ ലെറ്ററിൽ പറയുന്നത്. വി തിങ്ക് യു വിൽ ബി എസ്പെഷ്യലി നീഡഡ് ബിക്കോസ് യു ക്യാൻ ടെൽ ദ ജെന്റിൽമാൻ ഫസ്റ്റ് ഹാൻഡ് അബൌട്ട് ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് യു ഹാവ് ഹാഡ് ഔട്ട് ദെയർ. അതായത് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ അവിടെ നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അത് അവരോട് വിവരിക്കാൻ കഴിയുമെന്ന് പറയണം.
ബിക്കോസ് ദിസ് ഈസ് ദ സോർട്ട് ഓഫ് തിങ്സ് വി വിൽ സീക്ക് ടു ഡെവലപ്പ് ഇൻ വാഷിംഗ്ടൺ ആൻഡ് ബാൾട്ടിമോർ. അതായത് ബാൾട്ടിമോറിലും വാഷിംഗ്ടണിലും ഇത്തരം സാനിറ്റോറിയങ്ങൾ തുടങ്ങുക എന്നുള്ള അന്വേഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പറയുന്ന പുരോഗതി. So, yeah, the exact date of the meeting is not yet set. പക്ഷെ എന്നിരുന്നാൽ പോലും യഥാർത്ഥത്തിലുള്ള ഒരു മീറ്റിംഗിന്റെ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ എം വാണ്ടറിങ് ഇഫ് യു ക്യാൻ അറേഞ്ച് ടു കം ടു ഇറ്റ് ഇൻ കേസ് സിംസ് നെസസറി അറ്റ് ദ ടൈം. അപ്പൊ ജസ്റ്റ് ബില്ല് ബോബിനോട് പറയണം, നിങ്ങൾക്ക് ആ സമയത്ത് കൃത്യമായി എത്തിച്ചേരാൻ കഴിയുമോ? ആൻഡ് ഇൻ ദ ഈവന്റ് വി ക്യാൻ പ്രൊവൈഡ് യു വിത്ത് ദ വേർ വിത്തിൽ. അതായത് എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. ഇത് തീർച്ചയായും ആവശ്യമുണ്ട്. ദാറ്റ് യു കം അറ്റ് ടു ദി മീറ്റിംഗ്. നിങ്ങൾ മീറ്റിംഗിൽ വരേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. ബട്ട് ഇറ്റ് വുഡ് ബി സർട്ടൻലി ബൈ ഹെൽപ്ഫുൾ വി തിങ്ക്. ഞങ്ങൾ വിചാരിക്കുന്നത് അത് ആ മീറ്റിങ്ങിനെ വളരെയധികം സഹായിക്കുമെന്നുള്ളത് തന്നെയാണ്. അടുത്തത് ഡോക്ടർ ബോബ് വിസിറ്റ് ന്യൂയോർക്ക്. അപ്പൊ ഡോക്ടർ ബോബ് വിസിറ്റ് ന്യൂയോർക്കിലേക്ക് വിസിറ്റ് ചെയ്യുകയാണ്. The August 29th, the date on the letter quoted above is problematic because the very next day Bob Smith arrived in Brooklyn, and it is hard to understand why Bill Wood was bothered to write in such a detail and ask so many questions if he knew he would actually be speaking to Dr. Bob the following day. അതായത് ഓഗസ്റ്റ് 29th ഡോക്ടർ ബോബ് ബിൽ ഡബ്ല്യുവിനെ സന്ദർശിക്കുകയാണ്. അപ്പൊ ചരിത്രകാരൻ പറയാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കത്ത് പിന്നെ അതിന്റെ തലേ ദിവസം ഡോക്ടർ ബോബിന് എഴുതിയതെന്ന് കൃത്യമായി അറിയില്ല. ഡോക്ടർ ബോബ്, ഹിസ് വൈഫ് ആനി ആൻഡ് their son ബോബ് arrived at the വിൽസൺ ഹൗസ് on Tuesday, August 30. അതായത് ഓഗസ്റ്റ് 30 ചൊവ്വാഴ്ച ഡോക്ടർ ബോബും അദ്ദേഹത്തിന്റെ വൈഫായ ആനിയും അദ്ദേഹത്തിന്റെ മകന്റെ പേര് ബോബ് എന്നാണ്, ബോബും വന്നു. ആൻഡ് സ്റ്റേഡ് ഫോർ 3 days. അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചു. ഇൻ ഓൾ ലൈക്ലിഹുഡ് ദേ വെർ ഓൺ ദെയർ വേ ടു വെർമൗണ്ട് ടു വിസിറ്റ് ബോബ്സ് മദർ ഓവർ ദ ലേബർ ഡേ വീക്കെൻഡ്. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? വെർമൗണ്ടിലേക്ക് പോവുകയാണ്, ബോബിന്റെ മദറിനെ കാണുക എന്നാണ് അവരുടെ വിശേഷം ലേബർ ഡേയിൽ, ആസ് ഹി ഹാഡ് ഡൺ ദ പ്രീവിയസ് ഡിസംബർ. മെയ്ഡ് ദിസ് സൈഡ് ട്രിപ്പ് ടു ന്യൂയോർക്ക്. അപ്പൊ അവിടെ വെർമൗണ്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സൈഡ് ട്രിപ്പായിട്ട് ഇത് മാറ്റിയതാണ്. ദിസ് ടൈം ടു ക്യാച്ച് അപ്പ് ദ ബിൽ ആൻഡ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഈസ്റ്റേൺ ഗ്രൂപ്പ്. ഈസ്റ്റേൺ ഗ്രൂപ്പിലെ ബില്ലും മറ്റ് അംഗങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. The two men had not seen each other since Wilson's last trip to Ohio the previous April, and he had written only 4 letters to Bob during this intervening 4 months. അതായത് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്, വിൽസണിന്റെ ഒഹായോ ട്രിപ്പിനെ പറ്റി പറഞ്ഞാണ്. അപ്പൊ ഏപ്രിൽ പോയതിനു ശേഷം ഇദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ വീണ്ടും ബിൽ വിൽസൺ ഒഹായോയിലേക്ക് പോയിട്ടില്ല. അപ്പൊ 4 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവർ തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ടതിന് ശേഷം. പക്ഷെ അതിനിടയിൽ 4 ലെറ്ററുകൾ ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിന് അയക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം 4 മാസത്തിന്റെ ഈ അകൽച്ച തീർക്കാനായിട്ട് ഈ ട്രിപ്പ് സഹായിച്ചു. ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ടു ഹാവ് കോപ്പീസ് ഓഫ് എനി ലെറ്റേഴ്സ് ബോബ് മേ ഹാവ് റിട്ടൺ ഡ്യൂറിംഗ് ദിസ് ടൈം. We know there was at least one which Wilson references by saying thanks for your good letter. അതായത് തിരിച്ച് അദ്ദേഹത്തിന്റെ കത്തുകൾ കൃത്യമായി നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ താങ്ക്സ് ഫോർ യുവർ ഗുഡ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സർവൈവ്. ആ കത്ത് അധികം കാലം നിലനിന്നില്ല. സ്റ്റിൽ ദർ ഇസ് നോ indication to at any glaring gap in their corresponding during those 4 months other than the necessary discussion about Bob Smith election as a trustee of the Alcoholic Foundation. അതായത് ഇവർ ഈ 4 മാസം വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിലും അകലെയാണെങ്കിലും ഇവർ കത്തുകൾ വഴി ഇവർ കൃത്യമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ലെറ്ററുകൾ വഴി കൃത്യമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയായി അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതാണ്. അപ്പോൾ വിച്ച് ഹസ് ഓൾറെഡി നോട്ടഡ് മൈറ്റ് ഹാവ് ബീൻ നെഗോഷിയേറ്റഡ് വിത്ത് എ ഫോൺ കോൾ. അപ്പോൾ ചിലപ്പോൾ ഫോൺ കോളും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ മിനിമൽ എമൗണ്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ദിസ് ക്രിട്ടിക്കൽ 4 months സിവിയർലി ചലഞ്ചസ് ദ പോപ്പുലർ എ myth regarding the close contact with and constant interaction between this men to men during this period. അപ്പം ചില ഗ്യാപ്പുകൾ അവിടെ സംസാരത്തിലും കമ്മ്യൂണിക്കേഷനിലും അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുന്നതിലൊക്കെ വളരെ ചെറിയ തോതിലാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ 4 മാസം അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. എയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു, കുറെ മിത്തുകൾ പടർന്നു. അപ്പൊ ഈ 2 മനുഷ്യരെ പറ്റി, ആ 4 മാസത്തെ ഗ്യാപ്പിനെ പറ്റി ചരിത്രകാരൻ പറയാണ്. ദ സ്മിത്ത്സ് arrived just in time for Bob to participate in the regular Tuesday night meeting. അതായത് ഡോക്ടർ സ്മിത്തിന്റെ ഉദ്ദേശം അമ്മയെ സന്ദർശിക്കുക എന്നാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ബിൽ ഡബ്ല്യുവിന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെ ട്യൂസ്ഡേ മീറ്റിംഗ് എന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് നോ റെക്കോർഡ് ഓഫ് വാട്ട് ഹി തോട്ട്
about the very different style and substance of the meeting. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ എന്താണ് അദ്ദേഹം സംസാരിച്ചതിനെ കുറിച്ചോ അവിടെ എന്താണ് അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള, കാരണം കുറെ നാളായി കണ്ടിട്ട് അതിനുള്ള സ്റ്റൈലിനെ കുറിച്ചോ അവിടെ നമുക്ക് അവൈലബിൾ അല്ല, രേഖകൾ അവൈലബിൾ അല്ല. ബൈ ലേറ്റ് ഓഗസ്റ്റ് 1938 ഓഗസ്റ്റിൽ ദ ഫോർമാറ്റ് ഇൻ ബുക്കിൽ ഹാഡ് ബീൻ evolving for well over a year and was now significantly different from the Oxford Group meeting being held at Henry Williams House every Wednesday night in Akron. അപ്പോൾ ഇവിടെ വെച്ച് 1938 ഓഗസ്റ്റിലെ ഈ മീറ്റിംഗ് ടി ഹെൻറി വില്യംസിന്റെ ഒഹായോയിലെ മീറ്റിംഗ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ദ ന്യൂയോർക്ക് മീറ്റിംഗ്സ് വെയർ നോട്ട് ഓൺലി ഫാർ ലെസ് റിലീജിയസ് ഇൻ ടോൺ. അതായത് അവരുടെ സംസാരത്തിലോ അവരുടെ ഈ പറയുന്ന മീറ്റിംഗിന്റെ ഷെയറിങ്ങുകളിലൊന്നും മതപരമായുള്ള ആശയങ്ങൾ വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഇല്ലാതെ, നോട്ട് ഓൺലി ഫാർ ലെസ്, അതായത് ഒരുപാട് കുറവായിരുന്നു എന്നാണ്. ദ ഓൾസോ പ്ലേസ്ഡ് എ മച്ച് ഗ്രേറ്റർ എംബസിസ് ഓൺ ആൽക്കഹോൾ. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ആയിരുന്നു ടി ഹെൻറി വില്യംസിന്റെ ഒഹായോയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നത്. അവിടെ മതപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബോബിന് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത് കൂടുതൽ ആൽക്കഹോളിനെ കുറിച്ചും ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം കേട്ടത്. ഇറ്റ് വുഡ് ബി ഫാസിനേറ്റിംഗ് ടു നോ ജസ്റ്റ് ഹൗ അപ്രൂവിംഗ് ആൻഡ് ഈവൻ കംഫർട്ടബിൾ ബോബ് സ്മിത്ത് ഫെൽറ്റ് വെൻ ഹി കെയിം ഫേസ് ടു ഫേസ് വിത്ത് സച്ച് ഗ്ലെയറിംഗ് ഡിഫറൻസ്, ബട്ട് ഹി ഹാസ് ലെഫ്റ്റ് അസ് വിത്ത് നോ റെക്കോർഡ് ഓഫ് ഹിസ് റിയാക്ഷൻ. അതായത് ഡോക്ടർ ബോബിന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തില് മദ്യാസക്തിയെക്കുറിച്ചും ത്തെക്കുറിച്ചും അതിനെപ്പറ്റിയുള്ള മദ്യാസക്തരായ ആളുകൾ മുഖാമുഖം സംസാരിക്കുന്ന ഒരു പ്രത്യേക ശോഭയുള്ള മീറ്റിംഗ്. പക്ഷെ അതിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ ബോബിന്റെ എന്താണ് അതിനുള്ള മറുപടി, അല്ലെങ്കിൽ അവിടെയുള്ള മറുപടി, അതിനെപ്പറ്റി നമ്മൾക്ക് കൃത്യമായ രേഖകൾ അവൈലബിൾ അല്ല. ഇൻ അഡീഷൻ, ഇത് കൂടാതെ വി ഹാവ് നോ ഇൻഫോർമേഷൻ അബൌട്ട് വാട്ട് ഒപ്പീനിയൻസ് ബോബ് സ്മിത്ത് മേ ഹാവ് എക്സ്പ്രസ്ഡ് അബൌട്ട് ദ റീസെന്റ് ലോഞ്ച്ഡ് ബുക്ക് പ്രൊജക്ട് ആൻഡ് എസ്പെഷ്യലി അബൌട്ട് ദ 2 ചാപ്റ്റേഴ്സ് ബിൽ ഹാഡ് മെയിൽഡ് ഹിം 2 months earlier. 2 മാസം മുമ്പ് ബില്ല് അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്ത നമ്മുടെ ബുക്കിലെ ആദ്യത്തെ 2 അധ്യായത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബുക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ആ പ്രൊജക്റ്റിനെ പറ്റിയോ ഉള്ള കൃത്യമായ വിശദീകരണം നമുക്ക് ലഭ്യമല്ല. ഡിഡ് ഹി അപ്രൂവ് ഓർ ഡിസപ്രൂവ് ഓഫ് ദ ഓവറോൾ പ്ലാൻ? Should they make changes to the outline? And what did he really think about those two chapters? അതായത് അദ്ദേഹം ഡോക്ടർ ബോബ് അപ്രൂവ് ചെയ്തോ ഡിസപ്രൂവ് ചെയ്തോ എന്നോ, അതിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഔട്ട്ലൈനുകൾ മാറ്റാനായിട്ട് അദ്ദേഹം പറഞ്ഞു വന്നോ, അല്ലെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്താണോ എന്നോ. ഡിഡ് ഹി ഓഫർ എനി ക്രിറ്റിസിസം ഓർ സജഷൻ അറ്റ് ഓൾ? അദ്ദേഹം എന്തെങ്കിലും വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ നൽകിയെന്നോ? In addition, what kind of progress had been made or not made in Akron the stories needed for the book? അതായത് ബുക്കിലേക്ക് ആവശ്യമായിട്ട് അക്രോണിൽ നിന്ന് വരേണ്ടിയിരിക്കുന്ന കഥകളിലെ പുരോഗതി എന്താണ് എന്നൊന്നും അതിനെപ്പറ്റി ഇപ്പൊ ഒന്നും ബോബ് പറഞ്ഞില്ല. ആൻഡ് ഇഫ് ഹി കാർഡ് ഓൾറെഡി സെൻഡ് ഇറ്റ് ടു ബിൽ, did Bob perhaps show up in Brooklyn with a draft of his own story for the book? If nothing else, Bill Wilson was surely curious to know if the book project had gathered any recent support among these Ohio members who had been so vocal in their condemnation of the idea just 4 months earlier. Did Bob have anything to say about any of these issues? അതായത് നമുക്കറിയാം ഒഹായോയിലെ അംഗങ്ങൾക്ക് ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ പണം കൊടുക്കും. ബിഗ് ബുക്കിനോട് താല്പര്യക്കുറവിനേക്കാൾ ഉപരിയായി പണം ശേഖരണത്തോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. തികച്ചും മതപരമായ ആശയങ്ങൾ ഊന്നിയാണ്, മതം അല്ലെങ്കിൽ പണം ഇതിനെ നശിപ്പിക്കുമെന്നുള്ള ആശയങ്ങൾ ഊന്നിയാണ് അവർ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ധാരാളം പണം ഉണ്ടാക്കാനുള്ള എന്തോ ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെ തെറ്റിദ്ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആശയം എന്താണ് അത് അറിയാനായിട്ട് നമുക്ക് ആകാംക്ഷയുണ്ട്. പക്ഷെ ഡോക്ടർ ബോബ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ടോ, അല്ലെങ്കിൽ 4 മാസം മുമ്പ് അവിടെ നടന്ന ആളുകളുടെ ഇടയിൽ ഈ 2 ചാപ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് അവരെന്താണ് അതിനെപ്പറ്റി മറുപടി പറഞ്ഞതെന്നൊന്നും പറയുന്നതായിട്ട് ഇവിടെ ലഭ്യമല്ല. ഇത്തരം ഇഷ്യൂകളെ പറ്റിയൊന്നും അവിടെ പറഞ്ഞതായി നമുക്ക് ഇത് കൃത്യമായി കിട്ടുന്നില്ല. ബിൽ ഓക്കെ, അടുത്ത ബില്ലിലേക്ക് പോവാം. There were also those still very continuous issues surrounding money and hospital. അപ്പോൾ ഇപ്പോഴും ആശുപത്രിക്കും പണത്തിനുമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. It would be invaluable to know the substance of any conversations they might have had about their ongoing fundraising effort and the role of the newly created Alcoholic Foundation.
അപ്പോ ഇത്തരം ഫണ്ട് ശേഖരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ധനശേഖരണത്തെക്കുറിച്ചോ ആം, പരസ്പരം ഉണ്ടാകുന്ന കോൺവെർസേഷനുകളിൽ ഇൻവാല്യുബിൾ ടു നോ, അത് വലിയ കാര്യമില്ല അതിനെപ്പറ്റി പ്രത്യേകം അറിയുന്നതന്നെ. പക്ഷേ എലോങ് വിത്ത് ദ സ്ട്രോങ് പോസിബിലിറ്റി ദേ മൈറ്റ് ഇമ്മൻസ്ലി ബി ഓപ്പണിംഗ് ദ ഫസ്റ്റ് എ സാനിറ്റോറിയം ഇൻ വാഷിംഗ്ടൺ DC. പക്ഷേ ഇതെന്തൊക്കെ തന്നെയാണെങ്കിലും വാഷിംഗ്ടൺ DC-യിൽ ഒരു സാനിറ്റോറിയം തുടങ്ങണം. സാനിറ്റോറിയം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്കിനെ താമസിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു സ്ഥലം തുടങ്ങണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി there was the very real possibility that they would soon by receiving some prominent national publicity, since that August 30 meeting was also attended by an observer from the Reader's Digest who had been invited to sit in the by Hang Pi in the hopes that the Digest would write a favorable article about the success of their movement. അതായത് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രസിദ്ധമായ വീക്കിലിയാണെന്ന് എനിക്ക് തോന്നുന്നത്, മന്ത്ലി അല്ല വീക്കിലി ആണെന്ന് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ടർ വാഷിംഗ്ടൺ DC-യിലെ 30 മീറ്റിങ്ങുകളിൽ ഓഗസ്റ്റിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഹാങ്പിയുടെ ഒറ്റ നിർബന്ധമാണ്. കാരണം ഹാങ്പി പറയുന്നത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഈ പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഫേവറബിൾ ആയിട്ട് നമുക്ക് അനുകൂലമായിട്ട് ഒരു ലേഖനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവ്മെന്റിന്, നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന മൂവ്മെന്റിന് വളരെയധികം പിന്തുണയും വിജയ സാധ്യത കൂടുമെന്നാണ്. This was, after all, the only time during the year 1939 the Bill Wilson, Hank P. Fitzmayo, and Bob Smith, the four most important and active members of early Alcoholics Anonymous, ever had a chance to sit down together and have a meaningful discussion about the future of their movement. ഇവിടെ വെച്ചാണ് തീർച്ചയായും 1938 ബിൽ വിൽസണും ഹാങ്ക് പി, ഫിറ്റ്സ്മയോ, ബോബ് സ്മിത്ത് എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്നത്തെ കാലത്തെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സ്, വളരെ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, അല്ലെങ്കിൽ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് എയർലി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ശൈശവകാലത്തെ ഏറ്റവും ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്ന ഇവർ 4 പേരും കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ചേർന്നിരുന്ന് കൂടി ഒരു ചർച്ചയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മൂവ്മെന്റിന്റെ, ഈ ചലനത്തിന്റെ, ഈ ചെറിയൊരു സംഘടനയുടെ ഭാവിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തത് അന്നാണ്. ബോബ്സ് ആൻഡ് ഫിറ്റ്സ് പ്രസൻസ് ഇൻ ന്യൂയോർക്ക് അലൗഡ് ഫോർ നത്തിങ് ലെസ് ദാൻ എ സമ്മിറ്റ് മീറ്റിംഗ് ഓഫ് AA. അപ്പൊ ഫിറ്റ്സ് ന്യൂയോർക്കിലെ AA മീറ്റിങ്ങിനെ കുറിച്ച് അതിന്റെ ഒരു വീക്ഷണങ്ങളെല്ലാം പറഞ്ഞു. ആൻഡ് ഇറ്റ് വി നോ അബ്സല്യൂട്ട്ലി നത്തിങ് അബൌട്ട് വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്, വാട്ട് ഒപ്പീനിയൻസ് മൈറ്റ് ഹാവ് ബീൻ ഒഫേർഡ് ഓർ വാട്ട് പ്ലാൻസ് മേ ഹാവ് ബീൻ ഫോർവേഡ് റിഗാർഡിംഗ് ദിസ് പ്രസിംഗ് ഇഷ്യൂ. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും അവർ സംസാരിച്ച എന്താണ്, അവരുടെ പരസ്പരം ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ എന്താണ്, അവരെന്ത് സഹായമാണ് വാഗ്ദാനം ചെയ്തത് പരസ്പരം, എന്താണ് പ്ലാനുകൾ, ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് കൃത്യമായ അറിവില്ല. ഡിസ്പൈറ്റ് ദ ലൈക്ലിഹുഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈവൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് വെയർ ഡിസ്കസ്ഡ് ഡ്യൂറിംഗ് ഡോക്ടർ ബോബ്സ് 3-day ട്രിപ്പ് ഇൻ ന്യൂയോർക്ക്. അപ്പം the only answer we have regarding this host of interrogating questions come in a letter Bill wrote up Dr. Bob the week after he left Brooklyn. അതായത് ഇത്തരം 3 ആഴ്ചത്തെ അദ്ദേഹത്തിന്റെ ട്രിപ്പ്, ന്യൂയോർക്കിലേക്കുള്ള ട്രിപ്പിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക്, അവരുടെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്നും നമുക്ക് ലഭ്യമല്ലെങ്കിലും പിന്നീട് ഉണ്ടായ ഒരു ഡോക്ടർ ബോബിന് എഴുതുന്ന, ബില്ല് എഴുതുന്ന ഒരു കത്തിലൂടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇറ്റ് വാസ് സർട്ടൻലി ഗ്രേറ്റ് ടു ഹാവ് യു ഫോക്സ് വിത്ത് അസ്. ആ ഒരു വാക്കിലൂടെയാണ്, അതായത് നിങ്ങൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് വലിയ കാര്യമാണ്. ദാറ്റ് ഈസ് ഓൾ ദ കണ്ടംപററി ഇൻഫർമേഷൻ വി ഹാവ് അബൌട്ട് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദോസ് 3 days. കഴിഞ്ഞ ആ 3 ദിവസം അവർ ഒന്നിച്ചേർന്നുണ്ടായിരുന്ന കാര്യങ്ങളിൽ ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വലിയ അനുഗ്രഹമായി എന്ന് പറയുന്നത് മാത്രമാണ്. Perhaps the instance that these important issues must have been addressed during those 3 days is just our wish that they had been discussed and detail preserved to the we would have a better understanding of the personalities and the dynamics of alcoholism in early history. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് ആ 3 ദിവസത്തെ കാര്യങ്ങൾ, നമുക്ക് അവരുടെ ചർച്ചകൾ നമുക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തെ AIയുടെ വളർച്ചയ്ക്കും AIയുടെ വ്യക്തിത്വത്തിനും ഡൈനാമിക്സിനും ഒക്കെ മനസ്സിലാക്കലിനും ഒക്കെ ഒരുപാട് സഹായിച്ചാണ്. അത് ഒരുപക്ഷെ AIയുടെ ചരിത്രത്തിന്റെ തന്നെ വലിയൊരു ഭാഗമായി മാറിയാനെ എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. ഇൻസ്റ്റഡ് ഇറ്റ് മേ ഹാവ് ബീൻ ദാറ്റ് ദ ഓൺലി തിങ്സ് ഹാപ്പനിങ് ഡ്യൂറിംഗ് ദിസ് വിസിറ്റ് വാസ് ദ ബിൽ ആൻഡ് ബോബ് along with Hank and Fitz pat around in grateful wonderment over how radically different their lives were now that they had found a way to stop drinking, and how happy why they were just to be sober. അതായത്
ഇതിനേക്കാൾ ഉപരിയായി ബില്ലും ബോബും ഹാങ്കും ഫിറ്റ്സും ഒന്നിച്ചിരുന്നുകൊണ്ട് എത്ര മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അവർക്ക് മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുന്നു. അവർ ഹാപ്പിയാണ് എന്നുകൂടി ചരിത്രകാരന്മാർ. വൈൽ ഇറ്റ് വുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി സർപ്രൈസിങ് ഫോർ ആൽക്കഹോളിസ്റ്റ് ടു ഫോക്കസ് സോ എക്സ്ക്ലൂസീവ്ലി ഓൺ ദംസെൽസ് ഫോർ 3 days, it remains unlikely that none of these important topics were discussed during this singular visit. അതായത് അവരുടെ മൊത്തത്തിലുള്ള അവരുടെ സംസാരം എന്തായിരുന്നു, അവരുടെ പരസ്പരം എന്തൊക്കെയാണ് സംസാരിച്ചതെന്നൊക്കെ 3 ദിവസം സംസാരിച്ചെന്നൊക്കെ അറിയുന്നതിലേക്ക് ഉപരിയായി ഇറ്റ് റിമൈൻസ് അൺലൈക്ലി ദാറ്റ് നോൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെർ ഡിസ്കസ്ഡ് ഡ്യൂറിംഗ് ദ സിംഗുലർ വിസിറ്റ്. വാട്ട് ഈസ് സർപ്രൈസിംഗ് ഈസ് ദാറ്റ് നത്തിങ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഓർ വാല്യൂ സീംസ് ടു ഹാവ് come out of this talk with the Dr. Bob Smith. A few weeks earlier, Bill Wilson had noted the old juggernaut bounces along, and it apparently continued to bounce along in exactly the same direction and in exactly the same way as it had already been going, without any meaningful input or change from Dr. Robert H. Smith. ഡോക്ടർ ബോബിന്റെ വിസിറ്റിംഗിൽ അവർ പറയുന്നത് ദ ഓൾഡ് ജഗർമെന്റ് ബൗൺസസ് എലോങ്, അതായത് പഴയകാല കുടിയന്മാർ ഒന്നിച്ച് വട്ടം കറങ്ങി നടന്നു. അത് അവരൊന്നു ചേർന്ന് ഒരേ ഡയറക്ഷനിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്തത് ദ DC സാനിറ്റോറിയം എക്സ്പെരിമെന്റ് ഫെയിൽസ്. അതായത് വാഷിങ്ടൺ DC-യിലെ മദ്യാസക്തരെ താമസിപ്പിച്ചുകൊണ്ട് ഒരു സാനിറ്റോറിയം തുടങ്ങാനുള്ള ആശയം എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം ഉടലെടുത്തത് ഇത്തരം അനുഭവങ്ങളിലൂടെ ആകണം. അപ്പോൾ ദ DC സാനിറ്റോറിയം എക്സ്പെരിമെന്റ്സ് ഫെയിൽസ്. അൺഫോർച്ചുനേറ്റ്ലി, അവിചാരിതമായി, ദ ഏർലി സെപ്റ്റംബറിൽ ബിൽ ഹാഡ് ഫസ്റ്റ് മെൻഷൻ ടു ബോബ് ഫോർ ദ മീറ്റിംഗ് ഇൻ വാഷിങ്ടൺ. അതായത് വാഷിങ്ടണിൽ നടക്കാൻ പോകുന്ന ബിസിനസ്സുകാരായിട്ടുള്ള മീറ്റിങ്ങിനെ കുറിച്ചും അവർക്ക് ആൽക്കഹോളിക് അനോണിമസിൽ അംഗങ്ങളെ കാണണമെന്നതിനെ കുറിച്ചും ഒരു അറിയിപ്പ് ബില്ല് ബോബിന് കൊടുത്തു. He wrote again asking Bob to reserve the following week as possible date for the meeting. അപ്പം അടുത്ത കുറച്ച് ദിവസത്തെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മീറ്റിങ്ങിനായി വരേണ്ടി വരും, അത് നിങ്ങൾ റിസർവ് ചെയ്യണമെന്ന് ഓൾറെഡി ബില്ല് ബോബിനോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളത് വേറെ പ്രോഗ്രാം പിടിക്കരുത്, ഇവിടെ വരേണ്ടി വരും എന്ന് കൃത്യമായി അറിയിച്ചു. ഫിറ്റ്സ് ഹാസ് സീൻ ജഡ്ജ് കേസ് അഗൈൻ. അപ്പൊ ഫിറ്റ്സുമായോ എന്ത് ചെയ്തു, നമ്മുടെ അംഗം പോയിട്ട് ജഡ്ജായിട്ടുള്ള കേസിനെ വീണ്ടും പോയി കാണുന്നു ഇൻ വാഷിങ്ടണിൽ. ആൻഡ് ഇറ്റ് ലുക്സ് ആസ് ദോ ദ വാഷിങ്ടൺ മീറ്റിംഗ് വുഡ് ടേക്ക് പ്ലേസ് തേഴ്സ്ഡേ ഓൺ ഫ്രൈഡേ ഓർ ഫോർ നെക്സ്റ്റ് വീക്ക്. അതായത് അടുത്ത വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും ആ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. വിച്ച് വിൽ ബി ഓൺ ദ 15th or 16th. ഒരുപക്ഷെ 15-ാം തീയതി 16-ാം തീയതി ആയിരിക്കാം. ഐ ആം നോട്ട് പോസിറ്റീവ് ഓഫ് ദ എക്സാക്ട് ഡേറ്റ്, ബട്ട് വിൽ ലെറ്റ് യു നോ ദ മിനിറ്റ് വി ഫൗണ്ട് ഔട്ട്. അപ്പോൾ എക്സാക്ട് ഡേറ്റ് നമ്മുടെ ഇതിൽ അവൈലബിൾ അല്ല, പക്ഷെ അതിന്റെ മിനിറ്റ് നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചരിത്രകാരൻ അതിനെപ്പറ്റി പറയണം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രകാരൻ കൃത്യമായിട്ടുള്ള എവിഡൻസിന്റെ ബേസിൽ ഒരു ചരിത്രം എഴുതുന്നതാണ്. ഓൺ ദാറ്റ് സെയിം ഡേ, ആ ദിവസം ബിൽ റോട്ട് എ ലെറ്റർ ടു ഡോൺ മക്ലിൻ. ഡോക്ടർ മക്ലിന് ബില്ല് ഒരു കത്ത് എഴുതാണ്. എ സോബർ പോലീസ് കോർട്ട് ജഡ്ജ്, അതായത് ഒരു സോബർ ആയിട്ടുള്ള പോലീസ് കോർട്ടിലെ ജഡ്ജാണ് അത്. ഹു ലിവ്ഡ് ജസ്റ്റ് നോർത്ത് ഓഫ് അൽബനീസ്, നോർത്ത് അൽബനിയിലാണ് അവർ ജീവിച്ചത്. ആൻഡ് ഹു വാസ് ഓൾമോസ്റ്റ് സർട്ടൻലി വൺ ഓഫ് ദ 10 members Hank had reported at the first foundation meeting as being recovered but out of touch with the group. അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ മീറ്റിംഗ് ആസ് ബീങ് റിക്കവേർഡ് ബട്ട് വൺ ഓഫ് ദ ടച്ച് വിത്ത് ദ ഗ്രൂപ്പ്. അപ്പൊ ഈ പറയുന്ന ജഡ്ജിനെ പറ്റി പറയാണ്. ഹു വാസ് ഓൾമോസ്റ്റ് സെർട്ടൻലി വൺ ഓഫ് ദ 10 members ഹാങ്ക് ഹാഡ് റിപ്പോർട്ടഡ് ഫൗണ്ടേഷൻ. അപ്പൊ ഫൗണ്ടേഷനോട് ഹാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന 10 മെമ്പറിൽ ഒരാളാണ് ഇദ്ദേഹം, ബട്ട് വൺ ഓഫ് ടച്ച് വിത്ത് ദി ഗ്രൂപ്പ്. അത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിനെ സ്വാധീനിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ആസ്കിങ് ഹിം ഇഫ് ഹി വുഡ് ജോയിൻ ദം ഫോർ ദിസ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഇൻ വാഷിങ്ടൺ. അതായത് അദ്ദേഹത്തിന് കൂടി ഈ വാഷിങ്ടൺ മീറ്റിംഗിലേക്ക് ക്ഷണിക്കണം. ലൈക്ക് യുവർ സെൽഫ് ജഡ്ജ് കേസി, അതായത് നിങ്ങളെ പോലെ തന്നെ മറ്റൊരാളാണ് ജഡ്ജ് കേസി. ഹാഡ് ഡെൽറ്റ് എക്സ്റ്റെൻസീവ്ലി വിത്ത് ഡ്രങ്ക്സ് ഇൻ ഹിസ് ഓൾ കോർട്ട്. അതായത് മദ്യാസക്തരെ അദ്ദേഹത്തിന്റെ കോടതിയിൽ അദ്ദേഹം ധാരാളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാസ് വണ്ടേർഡ് ഫോർ ഇയേഴ്സ് വാട്ട് കുഡ് ബി ഡൺ അബൌട്ട് ഇറ്റ്. അതായത് മദ്യാസക്തർക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ജഡ്ജ് കൂടിയാണ് അദ്ദേഹം. ആര്? ജഡ്ജ് കേസി. അപ്പൊ ഈ ജഡ്ജ് മാക്ലിനെ അറിയിക്കുകയാണ്, ഡോൺ മാക്ലിൻ എന്നാണ് ആ ജഡ്ജിനെ അറിയിക്കുകയാണ്. സോബർ പോലീസ് കോർട്ടിലെയാണ്, അതായത് ജഡ്ജാണ് അദ്ദേഹം.
Our observation of the judge tells us that you and he are bound to click, so we'll all very much hope that you can be there on September 15th or 16th. അതായത് അടുത്ത 15-ാം തീയതിയോ 16-ാം തീയതിയോ നിങ്ങളും കൂടി വരികയാണെങ്കിൽ മറ്റ് ആ ജഡ്ജ് കൂടി കൂടുതൽ താല്പര്യമുള്ളവനാകും, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും. ബോബ് സ്മിത്ത് ഈസ് കമ്മിങ് ഇൻ ഫ്രം ഒക്രോൺ ആൻഡ് ഹാങ് ബിൽ റൂഡൽ ആൻഡ് മൈസെൽഫ് വിൽ ഗോ ഫ്രം ന്യൂയോർക്ക്. അതായത് ബോബ് സ്മിത്ത്, ഡോക്ടർ ബോബ് ആക്രോണിൽ നിന്ന് വരും. ഹാങ്കും ബിൽ റൂഡൽ എന്ന് പറയുന്ന മറ്റൊരു അംഗവും ബിൽ ഡബ്ല്യുവും ന്യൂയോർക്കിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നേക്കാം. പെർഹാപ്സ് വി ക്യാൻ അറേഞ്ച് ടു ഡ്രൈവ് ഫ്രം ഹിയർ ഡൗൺ ടുഗദർ. അതുകൊണ്ട് ഫിറ്റ്സ് ഇദ്ദേഹത്തിനോട് പറയണം, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഐ തിങ്ക് ഫിറ്റ്സ് ഹാസ് ഇനഫ് റൂം ടു പുട്ട് us up, സോ ദർ ഷുഡ് ബി ലിറ്റിൽ എക്സ്പെൻസ്. അങ്ങനെ നമുക്ക് ഒന്നിച്ച് പോകാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള യാത്രകളിൽ ഉണ്ടാകുന്ന ചെലവ് കുറയും. ഇപ്പൊ ഒന്നിച്ച് ആളുകൾ യാത്ര ചെയ്തിരുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 3-4 പേര് ഒന്നിച്ചു പോകുമ്പോൾ അതിന്റെ ചെലവ് കുറയുമെന്ന് കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബിൽ വാസ് ഓൾ ബിസിനസ് ആസ് ഹി ഡിഡ് എവരിതിങ് in his power to prepare the grounds for the critical meeting, mailing Fitz a copy of Frank Amos' history. അതായത് ബില്ല് ഈ പറയുന്ന സാനിറ്റോറിയത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾക്കായി തന്നാലാകുന്നത് കഴിവതും പരിശ്രമിച്ചു. തന്നാലാവുന്നതോടൊപ്പം മൊത്തത്തിൽ പരിശ്രമിച്ചു. ആ ക്രിട്ടിക്കൽ മീറ്റിംഗിൽ മെയിലിംഗ് ഫിറ്റ്സ് എ കോപ്പി ഓഫ് ഫ്രാങ്ക് ആമോസ് ഹിസ്റ്ററി. നമുക്കറിയാം ഫ്രാങ്ക് ആമോസ് ഒഹായോയിൽ നേരിട്ട് പോയി സന്ദർശിച്ച് 1 മാസത്തോളം ഏകദേശം സഞ്ചരിച്ച് നേരിട്ട് മധ്യാസക്തരുമായിട്ട് സംസാരിച്ച് എഴുതി ചേർത്ത ഒരു ചരിത്രം. ആൻഡ് സജസ്റ്റിംഗ് പെർഹാപ്സ് ജഡ്ജ് കേസി ഓട്ട് ടു റീഡ് ബിഫോർ ദ മീറ്റിംഗ്. എന്നിട്ട് പറയാണ് ജഡ്ജ് കേസി ഇത് ഈ മീറ്റിങ്ങിന് മുമ്പ് ഇത് ഒരു വട്ടം വായിച്ചിരിക്കണം. ആൻഡ് ദെൻ ആസ്കിങ് മയോ ഇഫ് ദർ വെയർ എനി പ്രോസ്പെക്ട് ഓഫ് ഗെറ്റിംഗ് ദ ബാൾട്ടിമോർ ജോൺ ഹോപ്പിംഗ് കണ്ടിൻജന്റ് ഫോർ ദ വാഷിംഗ്ടൺ മീറ്റിംഗ്. അതായത് ബാൾട്ടിമോറിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാഷിംഗ്ടൺ മീറ്റിംഗിൽ അവരെയും വിളിക്കണം. എവറിഥിങ് ദാറ്റ് കുഡ് ബി ഡൺ വാസ് ബീങ് ഡൺ ടു മേക്ക് ദിസ് അൺസക്സസ്ഫുൾ. അതായത് ഈ വിജയകരമായിട്ട് ഈ സാനിറ്റോറിയത്തിന്റെ ആശയം വിജയകരമായി നമുക്ക് തീർക്കണം. അതിനാവശ്യമായിട്ടുള്ള എന്തും നമ്മൾ ചെയ്യണം. ഇഫ് നോട്ട് മോർ സക്സസ്ഫുൾ ദാൻ ദെയർ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ദ റോക്ക്ഫെല്ലർ ടീം 8 months earlier. 8 മാസങ്ങൾക്ക് മുമ്പ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങിനേക്കാൾ നമ്മൾക്കിത് വിജയകരമാക്കി തീർക്കണമെന്ന് അദ്ദേഹം പറയാണ്. Then although Bill Wilson was reluctant to admit it, the whole enterprise began to slowly unravel. അപ്പോൾ ബിൽ വിൽസന്റെ ബിൽ വിൽസൺ അംഗീകരിച്ചില്ലെങ്കിലും ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ലോലി പുറത്തു വന്നു. നിയർ ദ എൻഡ് ഓഫ് സെപ്റ്റംബർ ബിൽ ഫൈനലി റോട്ട് ഡോക്ടർ ബോബ് എ ലെറ്റർ കൺഫസിങ്. അതായത് സെപ്റ്റംബർ മാസം ബില്ല് പിന്നെയും ഡോക്ടർ ബോബിന് കത്ത് എഴുതുന്നുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം കൺഫസ് ചെയ്യുന്നത്. കുമ്പസാരിക്കും, ഐ ഷുഡിന്റ് ഹാവ് കെപ്റ്റ് യു ഇൻ സസ്പെൻസ് അബൌട്ട് ദ വാഷിംഗ്ടൺ സിറ്റുവേഷൻ. അതായത് ഞാൻ നിന്നെ ഒരു സസ്പെൻഷനിൽ നിർത്തി. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ജഡ്ജ് കേസീസിന് ഇൻ ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ ആൻ ഓപ്പറേഷൻ. അതായത് ജഡ്ജ് കേസിനെ ഒരു ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ദ മാറ്റർ സ്റ്റാൻഡ്സ് ജസ്റ്റ് വേർ ഇറ്റ് ഡിഡ് ബിഫോർ. എവിടെയാണോ നമ്മളുടെ പറഞ്ഞ ഈ ആശയങ്ങളൊക്കെ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ബട്ട് ഇറ്റ് ലുക്സ് ആസ് ദോ ഹി വുഡ് ബി അനേബിൾ ടു ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് ഫോർ 3-4 weeks. അതായത് അടുത്ത 3-4 ആഴ്ചകളിലേക്ക് ഈ പറയുന്ന കേസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾക്ക് ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. വിൽ ലെറ്റ് യു നോ വെൻ. എന്നാണോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത് അത് ഞാൻ നിന്നെ അറിയിക്കാം. എൽസ്വെയർ ബിൽ സേസ് കേസി വാസ് സപ്പോസ്ഡ് ടു ബി ഔട്ട് and reconsidered these things shortly after October 1. ബില്ല് വിചാരിച്ചത് ഈ പറയുന്ന കേസ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഒക്ടോബർ 1 ആകുമ്പോഴത്തേക്കും വീണ്ടും ഇത് പരിഗണിക്കുമെന്നാണ്. ബട്ട് ദ ലേറ്റർ അമെൻഡ് ദാറ്റ് ഡേറ്റ് നത്തിങ് ദാറ്റ് ദ ജഡ്ജ് വാസ് സ്റ്റിൽ ഇൽ ആൻഡ് വിത്തൗട്ട് ഹിസ് ലീഡർഷിപ്പ് ഇറ്റ് വാസ് അൺലൈക്ലി ദാറ്റ് ഗ്രൂപ്പ് ഓഫ് വാഷിംഗ്ടൺ ബിസിനസ്മാൻ വുഡ് ബി ഏബിൾ ടു കൺസിഡർ ദ മാറ്റർ ബിഫോർ October 15th. അതായത് തുടർച്ചയായിട്ടുള്ള അസുഖത്താൽ ജഡ്ജ് കേസി അങ്ങനെ അസുഖബാധിതനായി മാറിയതുകൊണ്ട് ഈ പറയുന്ന വാഷിംഗ്ടൺ DC-യിലെ ബിസിനസ് ഗ്രൂപ്പിന് തലവൻ എന്ന് പറയുന്നത് ജഡ്ജ് കേസി ആയിരുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് മുന്നിട്ടിറങ്ങിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ അത് ഒരു October 15 നടക്കുമെന്ന് അവർ വിചാരിച്ചു. ഈവൻ ഇൻ early November ബിൽ വാസ് സ്റ്റിൽ മോസ്റ്റ് ഹോപ്പ്ഫുൾ ദാറ്റ് ജഡ്ജ് കേസി ആൻഡ് ദ വാഷിംഗ്ടൺ ബിസിനസ്മാൻ. പിന്നീട്
ഉള്ള പലപ്പോഴും ബിൽ വിൽസന് ഈ പ്രപ്പോസലുമായിട്ട് താല്പര്യമുണ്ടായിരുന്നു. ജസ്റ്റിസ് കെ.സി. നമ്മളെ സഹായിക്കുമെന്നും വാഷിംഗ്ടണിലെ ബിസിനസ്മാന്മാരും കൂടി ചേർന്നുകൊണ്ട് ഒരു സാനിറ്റോറിയം തുടങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം വിചാരിച്ചു. വിൽ പ്രസന്റ്ലി കം ഫോർവേഡ് വിത്ത് പ്രൊപ്പോസൽ ഓൺ ദ സൺ ക്ലെയിമിംഗ് ഹി ഗാട്ട് ദ സ്ട്രോങ്സ്റ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് ബിൽ വിൽസന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള വലിയ ഒരു കരുതൽ അല്ലെങ്കിൽ തോന്നലുണ്ടായിരുന്നു. Whatever might have been going on with the Judge Casey and with his friends, part of the problem seems to have been Fitzmayer, who, for some unknown reason, developed a strong aversion to the entire project. അപ്പോൾ ജഡ്ജ് കേസിയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫിറ്റ്സ്മയറുടെ ഉള്ളിൽ ഇത്തരം പ്രൊജക്ടിനെ കുറിച്ച് എന്തോ ഒരു എതിർപ്പ് ഉണ്ടായി. ഇൻ ദ തേർഡ് വീക്ക് ഓഫ് സെപ്റ്റംബർ, ഫിറ്റ്സ് റോട്ട് ബിൽ എ ലെറ്റർ ഡീറ്റെയിലിംഗ് ഹിസ് മെനി ഫിനാൻഷ്യൽ വോസ്, ഓഫറിംഗ് സെവറൽ പോസിബിൾ സൊല്യൂഷൻ. അതായത് ബിൽ വിൽസന്റെ ഫിറ്റ്സ് ബില്ലിന് ഒരു കത്തെഴുതാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങള്, പോസിബിൾ സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട്. ബട്ട് വൈൽ ഡൂയിങ് സോ ഹി എക്സ്പ്രസ്ഡ്, ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു ഹിസ് reluctant to again approach the judge. അതായത് ജഡ്ജിനെ സമീപിക്കാനുള്ള അദ്ദേഹത്തിന്റെ മടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വിൽസൺ doesn't elaborate on why Mayo was so reluctant to pursue this seemingly golden opportunity, but a few weeks later he had reported his reaction to his wife Elizabeth saying, അതായത് ബിൽ വിൽസൺ ഈ പറയുന്ന ഈ ഗോൾഡൻ ചാൻസ്, ഇത്രയും മനോഹരമായ ചാൻസ് ഫിറ്റ്സ്മയോ എന്തുകൊണ്ട് വീണ്ടും ജഡ്ജിനെ കണ്ടില്ല എന്ന് പറയുന്നതിന് പ്രേരിപ്പിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഫിറ്റ്സിന്റെ വൈഫ് എലിസബത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, This annoyed me a little bit, for it looks to me like the judge is the sole prospect of the moment for a regular income, to say nothing of the general desirability of getting someplace with the work in Washington. അതായത് ജഡ്ജ് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ തലവനായി മാറി ഒരു ഇൻകം, റെഗുലർ ഇൻകം കിട്ടുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ടു സോ നത്തിങ് വിത്ത് ജനറൽ ഡിസബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം പ്ലേസസ് വിത്ത് ദ വർക്ക് ഇൻ വാഷിംഗ്ടൺ. The situation over there seemed to obviously the best bet from every standpoint that I wrote fits a pretty stiff letter designed to dynamite him into action. On rereading it, I can see how I have possibly discouraged him from looking elsewhere, though to nothing like the degree that he seems to have conveyed to you. അതായത് ജഡ്ജ് ഈ പറയുന്ന പ്രോജക്റ്റ് മൊത്തം ഏറ്റെടുത്തുകൊണ്ട് റെഗുലർ വരുമാനം കിട്ടുന്ന ഒരു മാർഗത്തിലൂടെ പോകുന്ന പോലെ ഫിറ്റ്സിന് തോന്നി. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് അതിന് അദ്ദേഹത്തിനോട് പറയുകയോ അങ്ങനെ അനുവദിക്കുകയോ ചെയ്തില്ല. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ലെറ്റർ ഐ നോ ഹൗ ടു മേക്ക് ടു കീപ് ഹിം സ്റ്റിയർഡ് ഡൗൺ ടു മിഡിൽ ഓഫ് ദ റോഡ് ഇൻ ദ direction of immediate bread and butter. If you think best, I shall write him correctly and any impression that he should hold back on looking for anything that will produce a result. അതായത് വീണ്ടും മറ്റെവിടെയെങ്കിലും സ്ഥലം കിട്ടുകയോ ഈ പറയുന്ന കാര്യങ്ങൾക്കായി സാനിറ്റോറിയത്തിനായിട്ട് നമുക്ക് സ്ഥലം ലഭിക്കുകയോ ചെയ്താൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാനെ. പക്ഷെ പെട്ടെന്നുള്ള ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ള ഒരു ആശയമാണ് ഫിറ്റ്സിന്റെ തലയിലുണ്ടായത്. അതിനെപ്പറ്റി അത് ചിന്തിക്കാതെ ഒരു ന്യൂട്രൽ മനോഭാവം സ്വീകരിക്കാനായിട്ട് എലിസബത്ത് പറഞ്ഞു എന്നാണ് ഇതിനകത്ത് പറയാം. ഫിറ്റ്സ് വിത്ത് വിൽസൺ അപ്രൂവൽ ഫൈനലി ഡിസൈഡ് ടു ബിഗിൻ ഡൂയിങ് സം ആൽക്കഹോളിക് വർക്ക് ഇൻ വാഷിംഗ്ടൺ. അപ്പൊ ഫിറ്റ്സ് പിന്നീട് എന്താണ് ചെയ്തത്? വിൽസന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അപ്രൂവലിനോട് കൂടി മറ്റ് ആൽക്കഹോളുമായിട്ട് വാഷിംഗ്ടണിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ, ഈവൻ ഇറ്റ് ബി ഓൺലി ഓൺ എ ഷോർട്ട് സ്ട്രിംഗ്, ചെറിയൊരു സമയത്തിനുള്ളിൽ. ബിൽ ത്രൂ ദിസ് വാസ് എ വർത്ത് വൈൽ പ്ലാൻ ബിക്കോസ് ഹി ഫെൽറ്റ് ഇറ്റ് വിൽ സ്പോട്ട് ജഡ്ജ് കേസി ആൻഡ് ഹിസ് ഫ്രണ്ട് ടു ഡു സംതിങ് ഓൾ ദ സൂണർ. അതായത് വളരെ പെട്ടെന്ന് ജസ്റ്റിസ് കേസിയുടെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്ന് സാനിറ്റോറിയം എന്നുള്ള ആശയം ഉണ്ടാകില്ല എന്നവർക്ക് മനസ്സിലായതോടുകൂടി മറ്റ് ആൽക്കഹോളിക്കുമായിട്ട് പ്രവർത്തിക്കാൻ അവർ പ്രവർത്തിച്ചു. ബിൽഡ് എ fire and under the foundation trustees, if I can indicate the Fitz is actually at work in Washington. അപ്പോൾ വാഷിംഗ്ടണിൽ ഫിറ്റ്സിനോട് കൂടുതൽ ആളുകളുമായിട്ട് മധ്യാസക്തരുമായി പ്രവർത്തിക്കാനായിട്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ട്രസ്റ്റീസിന്റെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു. നെയ്തർ ഓഫ് ദീസ് തിങ്സ് ഓപ്പണിംഗ് ദ ഫസ്റ്റ് AA സാനിറ്റോറിയം there became less and less of a topic of discussion among the Eastern leadership. അതായത് ഈ സാനിറ്റോറിയം വന്നതോടുകൂടി എല്ലാവരും സംസാരിക്കുന്നത് സാനിറ്റോറിയന്റെ ഡിസ്കഷൻസ് ആണ്, മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ. അപ്പൊ ഈസ്റ്റേൺ ലീഡർഷിപ്പിന്, അതായത്
ന്യൂയോർക്കിലുള്ള ലീഡർഷിപ്പിന് ഇത് മാത്രമായിരുന്നു ചിന്ത. ആസ് ദ ഇയർ ഡ്രൂ ടു ക്ലോസ് ടു ദ പ്ലാൻ ഫൈനലി ഫെൽ ഔട്ട് ഓഫ് സൈറ്റ് കംപ്ലീറ്റ്ലി റിന്യൂഡ് വർക്ക് ഓഫ് ദ ബുക്ക് ബിഗാൻ ടു ഡിമാൻഡ് മോർ ആൻഡ് മോർ ഓഫ് എവറിഥിങ് ടൈംസ് ആൻഡ് അറ്റൻഷൻ. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സാനിറ്റോറിയത്തിന്റെ ചിന്തകൾക്ക് ഇപ്പോൾ ഒരു വിരാമം വന്നിരിക്കുന്നു. ബുക്കിനെ കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് കൂടുതൽ കൂടുതൽ ആവശ്യമായി വന്നു. ബിൽ വിൽസൺ വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഹിസ് ഡ്രീം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ചെയിൻ ഓഫ് AI ഹോസ്പിറ്റൽസ്. അതായത് ബിൽ വിൽസന്റെ സ്വപ്നം എന്താണ്? അമേരിക്ക മുഴുവൻ AI ഹോസ്പിറ്റലുകൾ താമസിക്കുക. ആൻഡ് ഇറ്റ് വുഡ് ബി ടേക്ക് മോർ ദാൻ ജസ്റ്റ് ദിസ് ആബ്ജക്ട് ഫെയിലർ ഇൻ വാഷിംഗ്ടൺ ടു കിൽ ഇറ്റ്. അപ്പോൾ ഈ വാഷിംഗ്ടൺ DC ഈ സാനിറ്റോറിയത്തിന്റെ ആശയത്തോടു കൂടി ആ ആശയത്തിന് മരണം സംഭവിച്ചു. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹി ഹാഡ് വേസ്റ്റഡ് ദ ബെറ്റർ പാർട്ട് ഓഫ് എ മന്ത് ഓൺ ദ പ്രൊജക്ട്. അതായത് ബുക്കിന്റെ ഒരു വലിയ ബുക്ക് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു വലിയ പങ്ക് സമയം അവിടെ ചെലവഴിച്ചു എന്ന് അവന് നിരാശ വന്നു. വിൽ വുഡ് കണ്ടിന്യൂ ടു ബിലീവ് ദാറ്റ് എ ചെയിൻ ഓഫ് സാനിറ്റോറിയം സ്പോൺസേഡ് ആൻഡ് സ്റ്റഫഡ് ബൈ AI മെമ്പേഴ്സ്. പിന്നീട് എപ്പോഴെങ്കിലും അമേരിക്ക മുഴുവൻ ഇങ്ങനെയുള്ള സാനിറ്റോറിയങ്ങൾ വരുമെന്നും AI മെമ്പേഴ്സ് സ്പോൺസർ ചെയ്യുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. വുഡ് ഈവൻച്വലി പ്രൂവ് ടു ബി ദെയർ ബെസ്റ്റ് ഹോർ ക്യാരിങ് ദ മെസ്സേജ് ഓഫ് റിക്കവറി. അതായത് മോചനത്തിന്റെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി അവർ വളരെയധികം പരിശ്രമിക്കുമെന്ന് ബിൽ വിശ്വസിച്ചു. ഔട്ട് ഇൻ ടു ദ ഗ്രേറ്റർ വേൾഡ്, ഈ ലോകത്തിൽ മുഴുവനായിട്ട് ഇത് ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇറ്റ് വാസ് എ ഡ്രീം ഹി വുഡ് ക്ലിങ് ഫോർ സെവറൽ മോർ ഇയേഴ്സ് ബിഫോർ അബാൻഡിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. മൊത്തമായി നശിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലെല്ലാം അത് തൂങ്ങിക്കടന്നു. തൂങ്ങിക്കടന്നു. വർഷങ്ങളോളം തൂങ്ങിക്കടന്നു എന്നാണ് ചരിത്രകാരൻ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്തത് ദിസ് വീക്ക് മാഗസിനിൽ, അതായത് വീക്ക് മാഗസിനിൽ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാം. 1938 സെപ്റ്റംബർ ടു ഒക്ടോബർ മാസങ്ങളിലെ സംഭവങ്ങളാണ് അത് പറയാം. ഇറ്റ് ഹാഡ് ബീൻ 3 full months സിൻസ് ബിൽ വിൽസൺ ഹാഡ് റിട്ടൺ എനി ന്യൂ മെറ്റീരിയൽ ഫോർ ദ ബുക്ക്. അതായത് ഇപ്പോൾ ഏകദേശം 3 മാസങ്ങൾ കഴിഞ്ഞു. 3 full months ആണ്, അതായത് 3 മുഴുവൻ മാസങ്ങളും കഴിഞ്ഞു ബിൽ വിൽസൺ ബിഗ് ബുക്കിന് വേണ്ടി എന്തെങ്കിലും എഴുതിയിട്ട്. ഇറ്റ് വാസ് ഇൻ ദാറ്റ് അബ്സല്യൂട്ട്ലി നോ പ്രോഗ്രസ്. അതായത് അതിനകത്ത് യാതൊരുവിധ പുരോഗതി ഉണ്ടായിരുന്നില്ല. ഹാഡ് ബീൻ മെയ്ഡ് ഓൺ ദ പ്രോജക്റ്റ് ബട്ട് ഇറ്റ് വാസ് മിനിമൽ അറ്റ് ബെസ്റ്റ്. അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള ഒരു പദ്ധതിയുമായി 3 മാസങ്ങൾ അവർ ചെയ്തില്ല. വളരെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ബിൽ റാദർ ലാംലി admitted to Dr. Bob on Austin that a little more has been done on the book but not much. അതായത് ഓഗസ്റ്റ് 29 ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിനോട് പറയുന്നുണ്ട്, ഞാൻ ലിറ്റിൽ മോർ ഹാസ് ബിൻ ഡൺ ഓൺ ദ ബുക്ക്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, ബട്ട് നോട്ട് മച്ച്, അധികം ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹി സിമിലർലി ടോൾഡ് ഡോൺ മക്ലീൻ ഓൺ സെപ്റ്റംബർ 8 ദാറ്റ് സം മോർ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് ഓൺ ദ ബുക്ക്. അതായത് ഡോൺ മാക്ലീൻ എന്ന് പറയുന്ന ആ ജഡ്ജിന്റെ എഴുതുന്ന സെപ്റ്റംബർ 8 കത്തിലും ബിൽ ഡബ്ല്യു പറയുന്നുണ്ട്, ഞാൻ ആ ബുക്കിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഹി ഓഫേർഡ് നോ ഫർദർ ഡീറ്റെയിൽസ്. പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്ത് പറയുന്നില്ല. പെർഹാപ്സ് ദിസ് വാസ് ബിക്കോസ് വാട്ട് എവർ റീസെന്റ് പ്രോഗ്രസ്, എന്താണോ അടുത്ത കാലത്തുണ്ടായ വികസനം, there may have been was in relation of their effort to confine the accessibility of that what bill had written so far and to establish that once finished the book would prove to be marketable as they hoped it would be. Perhaps this was because whatever recent progress, ഈ അടുത്ത കാലത്തുണ്ടായ പുരോഗതി എന്താണ്? there may have been was in relation of their effort, അവരുടെ എഫേർട്ടുകൾക്ക് പ്രയത്നങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ എന്താണ്? കൺഫൈൻ ദ accessibility, അക്സെപ്റ്റബിലിറ്റി, അതായത് സ്വീകരണം ഓഫ് വാട്ട് ബിൽ ഹാഡ് റിട്ടേൺ സോ ഫാർ ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ്, അതായത് അവരുടെ എഴുത്തുകൾക്കുണ്ടായ സ്വീകരണം, പൊതുവായിട്ടുള്ള സ്വീകരണത്തെ കടയാനായിട്ടുള്ള കാര്യങ്ങൾ വൺസ് ഫിനിഷ് ചെയ്യുമ്പോൾ ദ ബുക്ക് വുഡ് പ്രൂവ് ടു ബി ആസ് മാർക്കറ്റബിൾ ആസ് ദേ ഹോപ്ഡ് ഇറ്റ് വുഡ് ബി. അതായത് മാർക്കറ്റ് ചെയ്യണമല്ലോ, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പ്രതീക്ഷ കൂടി വേണം. സം ടൈം ഇൻ മിഡ് ജൂൺ, ജൂണിന്റെ മധ്യഭാഗത്ത് വെച്ച് വിൽസണും ഹാങ് പിയും കൂടി സോളിസിറ്റഡ് എ പ്രൊഫഷണൽ ഒപ്പീനിയൻ ഓൺ ദ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇത്തരം തൊഴിലുകൾ ചെയ്യുന്ന ഒരാളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനായിട്ട് ഡ്യൂറിങ് എ വിസിറ്റ് ദ ഫ്ലോയിഡ് പാഴ്സൺസ് എന്ന് പറയുന്ന ആളെ വിസിറ്റ് ചെയ്യണം. ദ ഫോർമർ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് റൈറ്ററാണ്, അതായത് ശനിയാഴ്ചകളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന്റെ എഴുത്തുകാരൻ കൂടിയാണ് ഫ്ലോയിഡ് പാഴ്സൺസ്. ഇദ്ദേഹത്തിനോട് കൂടി ഈ 2 ചാപ്റ്ററിന്റെ വിൽപ്പനയ്ക്കുള്ള സാധ്യതയെ കുറിച്ച് അറിയാനാണ് അവർ പോയത്.
who pronounced the book to be a worthy effort and agreed to help with the ഓക്കെ സോറി കേട്ടോ, ഞാനേ കൊച്ചിനോട് ഒരു കാര്യം പറയാം. അപ്പോ അപ്പൊ ഈ ഇതിന്റെ വിൽപ്പനയെ കുറിച്ചുള്ള കാര്യങ്ങൾക്കായി ഫ്ലോയിഡ് പാഴ്സനെ സമീപിക്കുകയാണ്. അദ്ദേഹമാണ് പറയുന്നുണ്ട് ഇത് നല്ല ബുക്കാണ്, നല്ലൊരു എഫേർട്ടാണ്. പിന്നെ എഡിറ്റിങ്ങിന് ഹി അഗ്രീഡ് ടു ഹെൽപ്പ് വിത്ത് ദ എഡിറ്റിംഗ് വൺസ് ഇറ്റ് വാസ് ഫിനിഷ്ഡ്. അതായത് നിങ്ങൾ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞോളൂ, ഞാൻ അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാമെന്നും കൂടി പറയുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും നല്ലത് ഹാങ് ആൻഡ് ബിൽ ലെഫ്റ്റ് വിത്ത് ദ റൈറ്റേഴ്സ് കമ്മിറ്റ്മെന്റ് ടു ഡു ആൻ ആർട്ടിക്കിൾ വൺസ് ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ്. അതായത് ഒരു ആർട്ടിക്കിൾ കൂടി അതിനകത്ത് എഴുതണം, അതായത് സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ എഴുതണം എന്നുള്ള ഒരു ഇതുകൂടി പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. എലോങ് വിത്ത് ഹിസ് കോൺഫിഡൻറ്റ് അഷുറൻസ്, അത്തരം വിശ്വാസത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ഈ അഷുറൻസ് കൂടി ദാറ്റ് he would be able to get that story placed in the Saturday Evening Post. അതായത് സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ ഒരു സ്റ്റോറി കൂടി എഴുതണമെന്ന് അദ്ദേഹം പറയാണ്. ഓൺ August 3 വിൽസൺ റോട്ട് പാഴ്സൺസ് എ ബിലേറ്റഡ് താങ്ക് യു നോട്ട്. അതായത് August 3 ബിൽ വിൽസൺ ഈ പറയുന്ന ഫ്ലോയിഡ് പാഴ്സന് ഒരു താങ്ക് യു ലെറ്റർ, നന്ദിയുടെ ഒരു കത്ത് എഴുതുന്നുണ്ട്. ആസ്കിങ് ടു forgive my tardiness in acknowledging the pleasure which Mr. Pangas and I had in our company the other day and sending him copies of അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് forgive my tardiness in acknowledge the pleasure which Hangpi and I had in your company the other day. അതായത് ഈ കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും കത്ത് എഴുതി, അതുകൊണ്ടാണ് ടാർഡിനസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളോട് നന്ദിപൂർവ്വം ഞാനും ഹാങ്കും നന്ദിയുള്ളവനാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കമ്പനിയിൽ വന്നതുകൊണ്ട്. ആൻഡ് സെൻഡിങ് ഹിം കോപ്പീസ് ഓഫ് ഡോക്ടർ സിൽക്വർത്ത് ആൻഡ് ഡോക്ടർ റിച്ചാർഡ്സ് ലെറ്റർ. അതായത് സിൽക്വർത്തിന്റെയും ഡോക്ടർ റിച്ചാർഡ്സിന്റെയും ലെറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഫോർ ദി ഫർദർ ഇൻഫോർമേഷൻ, കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം അയച്ചത്. ദിസ് വാസ് റിയലി ലിറ്റിൽ മോർ ദാൻ എ കോർട്ടസി ലെറ്റർ. ഇതൊരു കടപ്പാടിന്റെ എഴുത്താണ്. ക്ലിയർലി ഇന്റൻഡ് ടു റീഅഷ്യൂർ പാഴ്സൺ ദാറ്റ് ദ ബുക്ക് വാസ് സ്റ്റിൽ എ വയബിൾ പ്രൊജക്ട്. അതായത് ഈ പാഴ്സനെ അറിയിക്കണം ഇതൊരു വലിയ വിലയേറിയ പദ്ധതിയാണ്. ആൻഡ് റിട്രേറ്റിംഗ് ഹൗ മച്ച് ബിൽ അപ്രീഷിയേറ്റഡ് ഹിസ് ഓഫർ അസിസ്റ്റൻസ് ഇൻ പ്രൊമോട്ടിംഗ് ദിറ്റ്. അതായത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന എഡിറ്റിംഗിന്റെ ഓഫർ ഉണ്ട്, ബിഗ് ബുക്ക് എഡിറ്റ് ചെയ്ത് തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിന്റെയും പ്രൊമോഷന്റെയും ഓഫറിനുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് അക്നോളജി കത്താണ് അദ്ദേഹം അയച്ചത്. അപ്പോൾ ഓൺഗോയിങ് എഡിറ്റ്സ് ഓഫ് ദ 2 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിന്റെ എഡിറ്റിനെ പറ്റിയാണ്. ദ ഓൺലി അതർ പ്രോഗ്രസ് വിൽസൺ മൈറ്റ് പോസിബിളി ക്ലെയിം വാസ് ദ ഓൺഗോയിങ് കോസ്മെറ്റിക്സ് എഡിറ്റ്സ് ഫോർ ദ 2 ചാപ്റ്റേഴ്സ്. അതായത് ചില കോസ്മെറ്റിക് ആയിട്ടുള്ള ചില എഡിറ്റുകളെ പറ്റിയാണ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. വൈൽ ദ ഓവറോൾ ഫോർമാറ്റ് ഓഫ് ദെയർ ഈസ് എ സൊല്യൂഷൻ ആൻഡ് ബിൽ സ്റ്റോറി, അതായത് ഒരു പരിഹാരമുണ്ട്, ബില്ലിന്റെ കഥ എന്ന് പറയുന്ന 2 ചാപ്റ്റർ റിമൈൻഡഡ് ഫണ്ടമെന്റലി ദ സെയിം ഓവർ ദിസ് 3 months. കഴിഞ്ഞ 3 മാസക്കാലമായി അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബിൽ കണ്ടിന്യൂഡ് ടു മേക്ക് സ്മോൾ റിവിഷൻസ് ടു ദ ടെക്സ്റ്റ് എവരി ടൈം റൂത്ത് ആൻഡ് ഹാർഡ് ടു റീറൈറ്റ്. അതായത് എപ്പോഴൊക്കെ ചെറിയ ചെറിയ റിവിഷൻസ് ബില്ല് ചെയ്യുന്നതോ അപ്പോഴെല്ലാം റൂത്ത് അത് വീണ്ടും റീടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ദ ചേഞ്ചസ് വെയർ മോസ്റ്റ്ലി കൺഫൈൻഡ് ടു സ്മോൾ അഡീഷൻസ് ഓർ ഡിലേഷൻസ് ഓർ ഹി ട്രൈ ടു ഷാർപ്പൺ ദ ഇമ്പാക്ട് ഓഫ് ഹിസ് സെന്റൻസ് ആൻഡ് ടു ക്ലാരിഫൈ ദ മെസ്സേജ് ഹി വാസ് ട്രൈങ് ടു ഡെലിവർ. അതായത് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തിൽ ചിലപ്പോൾ ചില കൂടിച്ചേരലുകൾ, ചിലപ്പോൾ ചില മാറ്റലുകൾ, ചിലപ്പോൾ ഇച്ചിരി കൂടി ഷാർപ്പൺ ദ ഇമ്പാക്ട് ഓഫ് ഹിസ് സെന്റൻസ്, അതായത് ഇച്ചിരി കൂടി കൂർത്ത മുനയുള്ള വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കമന്റിങ് ഓൺ ദിസ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ പ്രോസസ് റൂത്ത് ഹോക്ക് ലേറ്റർ നോട്ടഡ്. അതായത് പിന്നീട് ഇതിനെ പറ്റിയുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിനെ പറ്റി റൂത്ത് ഹോക്ക് പറയുന്നത്, there were thousands of small changes and rewrites. ആയിരക്കണക്കിന് എഴുത്തുകളും വീണ്ടും എഴുത്തുകളൊക്കെ ഉണ്ടായി. കോൺസ്റ്റന്റ്ലി കട്ടിങ് ഓർ ആഡിങ് ഓർ എഡിറ്റിംഗ്. ഇപ്പൊ തീർച്ചയായി ചില വാക്കുകൾ മാറ്റി, ചില വാക്കുകൾ എഴുതി ചേർത്തു, ചില വാക്കുകൾ എഡിറ്റ് ചെയ്തു. റൂത്ത് ഓൾസോ ക്ലെയിംഡ് ദാറ്റ്
ഷീ റീടൈപ്ഡ് ദിസ് ചാപ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് 50 ടൈംസ്. കുറഞ്ഞ പക്ഷം 50 പ്രാവശ്യമെങ്കിലും ഈ ചാപ്റ്റർ മൊത്തത്തിൽ അവൾ റീറൈറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഹിയർ ആർ 3 early revisions of this paragraph from there is a solution. ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന ഭാഗത്തിന്റെ എഴുത്തിന്റെ ഷോയിങ് ദ പ്രോഗ്രസീവ് എഡിറ്റ്, അതായത് ഒരു എഡിറ്റ് പ്രോഗ്രസീവ് കാണാം, വിച്ച് വെർ മേഡ് വിത്ത് ഈച്ച് റീടൈപ്പിംഗ്. അത് വീണ്ടും റീടൈപ്പിംഗ് ഇങ്ങനെയാണ്. From the previous version of stepping stones version 1, അതായത് if by chance you are or have begun to suspect that you are an alcoholic, we think there is no tenable middle of the road solution. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് അവരത് തിരുത്തി എഴുതുന്നുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആൽക്കഹോളിക് ആണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ യു ആർ ഇൻ എ പൊസിഷൻ വേർ ലൈഫ് ഈസ് ബിക്കമിങ് ഇമ്പോസിബിൾ, അതായത് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അസാധ്യമായി തീരും. ആൻഡ് ഇഫ് യു ഹാവ് പാസ്ഡ് ഇൻ ടു ദ റീജിയൻ ഫ്രം വിച്ച് ദർ ഈസ് നോ റിട്ടേൺ ത്രൂ ഹ്യൂമൻ എയ്ഡ്, അതായത് നിങ്ങൾ അങ്ങനെ തന്നെ ആ മേഖലയിൽ തന്നെ തുറന്നാണ്, റീജിയനിൽ തന്നെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യശക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ യു ഹാവ് ജസ്റ്റ് 2 alternatives. നിങ്ങളുടെ മുമ്പിൽ 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. വൺ ഈസ് ടു ഗോ ഓൺ ദ ബെറ്റർ എൻഡ്, ഒന്നില്ലെങ്കിൽ കയ്പ് നിറഞ്ഞ ആ റോഡിലൂടെ സഞ്ചരിച്ച് അവസാനിക്കുക. ഫ്ലോട്ടിംഗ് ഔട്ട് ദ കോൺഷ്യസ്നെസ് ഓഫ് യുവർ ഇൻടോളറബിൾ സിറ്റുവേഷൻ ആസ് ബെസ്റ്റ് യു ക്യാൻ. അങ്ങനെ നിങ്ങൾ ആ പറയുന്ന സിറ്റുവേഷനിലൂടെ ആടി ഉലയുക, ബ്ലോട്ടിംഗ്, ഇൻടോളറബിൾ സിറ്റുവേഷൻ, അസഹനീയമായ ആ സാഹചര്യത്തിലൂടെ ആടി ഉലയുക. ഓർ രണ്ടാമത്തെ സിറ്റുവേഷൻ, യു ക്യാൻ ഷുവർലി ഫൈൻഡ് ഔട്ട് വാട്ട് യു ഹാവ് ഫൗണ്ട് ഇഫ് യു ഹോണസ്റ്റ്ലി വാണ്ട് ടു. നിങ്ങൾ സത്യസന്ധമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക്, ഓർ യു ക്യാൻ ഷുവർലി ഫൈൻഡ് ഔട്ട് വാട്ട് വി ഹാവ് ഫൗണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇഫ് യു ഹോണസ്റ്റ്ലി വാണ്ട് ടു ആൻഡ് ആർ വില്ലിംഗ് ടു പേ ദ പ്രൈസ്. നിങ്ങൾ അതിന് ചെറിയൊരു വില കൊടുക്കേണ്ടതുണ്ട്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിവിംഗ് ഇൻ എ ബേസിസ് വിച്ച് വി നൗ സീംസ് ടു ആസ് ഹോളി ഫോൾസ്, അതായത് ദീർഘകാലം നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ പരാജയപ്പെട്ടു, തോറ്റു. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റൈറ്റ്ലി റിലേറ്റഡ് ടു യുവർ ക്രിയേറ്റർ ഇൻ എ മിനിറ്റ്. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നൺ ഓഫ് us ഹാസ് ഫൗണ്ട് ഗോഡ് ഇൻ 6 years ഈസി ലെസൺ, ബട്ട് ഹി ക്യാൻ ബി ഫൗണ്ട് ബൈ ഓൾ നൗ ആർ വില്ലിംഗ് ടു പുട്ട് ദ ടാസ്ക് അഹെഡ് ഓഫ് ഓൾ. അപ്പൊ 6 ഈസി ലെസൺസ് എന്ന് പറയുന്ന 6 പടികളെ പറ്റിയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ. അതിൽ നിന്നാണ് ദൈവത്തെ കണ്ടെത്തിയെന്നാണ് ആദ്യമേ എഴുതിയിരുന്നത്. അതായിരുന്നു ആദ്യത്തെ വേർഷൻ. അത് രണ്ടാമത്തെ വേർഷനിലേക്ക് മാറിയപ്പോ, ഇഫ് ബൈ ചാൻസ് യു ആർ ഓർ ഹാവ് ബിഗാൻ ടു സസ്പെക്ട് ദാറ്റ് യു ആർ ആൻ ആൽക്കഹോളിക്, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ യു ഹാവ് നോ മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ. അപ്പോൾ വീണ്ടും തിരുത്തി മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇഫ് യു പാസ്ഡ് ഇൻ ദ റീജിയൻ there is no return there human aid, മനുഷ്യശക്തി കൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ജസ്റ്റ് 2 alternatives, 2 ഓൾട്ടർനേറ്റീവ് മാത്രമേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ അവിടെ കയ്പ് നിറഞ്ഞ സാഹചര്യത്തിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഹോണസ്റ്റ്ലി വാണ്ട് ടു ഓർ വില്ലിംഗ് ടു പേ ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വിറ്റ് ഇറ്റ് നോട്ട് ബിക്കം റൈറ്റ്ലി റിലേറ്റഡ് ടു യുവർ ഗ്രേറ്റ് ആൻഡ് ലിമിറ്റഡ്. അങ്ങനെ അത് 2-3 പ്രാവശ്യം തിരുത്തി അവസാനം, ഇഫ് ബൈ ചാൻസ് യു ആർ ആൻ ആൽക്കഹോളിക് വി തിങ്ക് യു ഹാവ് നോ മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ. രണ്ടാമത്തെ വഴി ഇല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. വൺ ഈസ് ടു ഗോ ഓൺ ടു ദർ ബിറ്റർ എൻഡ്, ഒന്ന് കയ്പ് നിറഞ്ഞ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ അവസാനിക്കുക. ഓർ യു ക്യാൻ ഷുവർലി ഫൈൻഡ് ഔട്ട് ഹൗ ഫൗണ്ട് ഹോണസ്റ്റ്ലി വാണ്ട് ടു ആൻഡ് ആർ വില്ലിംഗ് ടു മേക്ക് ദ എഫർട്ട്. നിങ്ങളൊരു കുറഞ്ഞ ശക്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ വേർഷൻ ഇപ്പൊ ബുക്കിൽ വന്നിരിക്കുന്ന വേർഷൻ വന്നിരിക്കുന്നത്. അപ്പൊ പല തിരുത്തലുകൾ ഉണ്ടായി. 50 പ്രാവശ്യം റൂത്ത് ഹോക്ക് നമ്മുടെ ബിഗ് ബുക്ക് എഴുതി എന്നാണ് പറയുക. ആദ്യത്തെ 2 ചാപ്റ്റർ ദെയർ ഇസ് എ സൊല്യൂഷനും ബില്ലിന്റെ കഥയും. അപ്പൊ ആദ്യം എഴുതിയ ചാപ്റ്റർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബില്ലിന്റെ കഥയും ദെയർ ഇസ് എ സൊല്യൂഷനും, ഒരു പരിഹാരമുണ്ട്, ബില്ലിന്റെ കഥ. Throughout these 3 versions, the number of words remained fairly constant. 156, 155, 146 ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടാണ് ഈ പാരഗ്രാഫ് ഒതുക്കിയിരിക്കുന്നത്. ബട്ട് ദ ഇമ്പാക്ട് ഓഫ് ദ ലാംഗ്വേജ് വാസ് ചേഞ്ച്ഡ് സബ്റ്റ്ലി. ഫോർ ഇൻസ്റ്റൻസ് വിത്ത് ദ ഡ്രോപ്പിംഗ് ഓഫ് ദ 2 Glitched 6 from the easy lessons comment and the addiction that goes for you too. From Bill Wilson perspective, it was important that he continued to sharpen the text as much as possible. കൂടുതൽ കൂർപ്പിച്ച വാക്കുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ബിൽ വിൽസൺ ശ്രമിച്ചു. ബട്ട് അറ്റ് ദിസ് ടൈം there was no pressing need for him to begin writing any new chapters. അപ്പൊ ഈ സമയത്ത് അവൻ പുതിയ ചാപ്റ്ററുകളൊന്നും എഴുതിയില്ല. This too served their primarily purpose of prominent prices in June, July and August. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം 3 ചാപ്റ്ററുകൾ കൊണ്ട് അതിലേക്ക് വളരെ പ്രൊമോഷണൽ പീസ് എന്നാണ് പറയുന്നത്. അതായത്
വിൽപ്പനയ്ക്കായിട്ട് ഈ 2 പീസുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ആൻഡ് ബിൽ കണ്ടിന്യൂ ടു യൂസ് ദം ത്രൂ ഔട്ട് ദ റെസ്റ്റ് ഓഫ് 1930 as his opening judge for securing appointments with some of the most important and prestigious men ന്യൂയോർക്ക് ആൻഡ് വാഷിംഗ്ടൺ. വാഷിംഗ്ടണിലെ ന്യൂയോർക്കിലെയും ബിസിനസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ധനികരായിട്ടുള്ള ആളുകളെയും മറ്റ് അപ്പോയിന്റ്മെന്റ്സിനെല്ലാം ഈ 2 ചാപ്റ്ററുകളാണ് അദ്ദേഹം ആ വർഷം മുഴുവൻ 1938 മുഴുവൻ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ 1938 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ ഉപയോഗിച്ചത്. ഫണ്ട് റൈസിംഗ് എഫേർട്ട് കണ്ടിന്യൂ. അപ്പൊ വീണ്ടും നമ്മൾ ബുക്കിനായിട്ടുള്ള പണശേഖരണത്തിനായിട്ടുള്ള പരിപാടികൾ തുടരുകയാണ്. ആസ് യൂഷ്വൽ, പതിവ് പോലെ. ബിൽ സെറ്റ് ഹിസ് സൈഡ്സ് ഹൈ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉയർന്നു വന്നു. ഇൻ ഏർലി സെപ്റ്റംബറിന് ആദ്യം ഹി പ്രിവെയിൽഡ് അപ്പോൺ ഹിസ് ഓൾഡ് എംപ്ലോയർ ക്ലൈറ്റൺ ക്യൂ. അതായത് അദ്ദേഹത്തിന്റെ പഴയകാല തൊഴിലുടമയായിട്ടുള്ള ക്ലൈറ്റൺ ക്യൂ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ ക്ലൈറ്റൺ ക്യൂവിനെ കാണുകയാണ്. കമ്പനി ഉടമയുടെ പേരാണ് ക്ലൈറ്റൺ ക്യൂ. ടു ജോയിൻ ഹിം, അവിടെ ചേർന്ന ആൻഡ് ഹാങ് പ്രീസ്റ്റ് ഫോർ എ പ്രിലിമിനറി മീറ്റിംഗ് വിത്ത് ഫ്രെഡറിക് യങ്ങർ. അപ്പൊ ഹാങ് പി അതേ സമയം തന്നെ ഫ്രെഡറിക് യങ്ങർ എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി ടു തോമസ് ഡബ്ല്യു ലെമോണ്ട്, ദ സീനിയർ പാർട്ണർ ഓഫ് JP മോർഗൻ ആൻഡ് കമ്പനി. JP മോർഗൻ ആൻഡ് കമ്പനിയുടെ സെക്രട്ടറി ആയിട്ടുള്ള തോമസ് ഡബ്ല്യുവിനെ ഹാങ് പിയും കണ്ടു. യുഗർ വാസ് enthusiastic about their proposal that he was confident that Lamont would respond positively. But after his auspicious beginning, the head of JP Morgan disappointed them all, telling his secretary to write Wilson how he regretted that he is unable to offer any assistance because the entire enterprise is entirely outside of his bailiwick. Returning the package of documents to Wilson, Yeager consoled him that his personal regret that the negotiations proved unsuccessful. And says Bill might have better luck if he approached the personal executive of large organizations where such matters, some under their personal supervisions. This was little more than little polite brush off with just a bit of sympathy thrown into a soften that below. അപ്പം ഈ ക്ലൈറ്റൺ ക്യൂവിനെ ബന്ധപ്പെട്ടു. അപ്പൊ അവര് തിരിച്ച് അദ്ദേഹത്തിന് ഒരു റിഗ്രറ്റ് കത്താണ് എഴുതിയത്, വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇവർക്ക് നേരത്തെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഹി റിഗ്രറ്റ് ഹീസ് അനേബിൾ ടു ഓഫർ എനി അസിസ്റ്റൻസ്. ഒന്നും ഒരു സഹായം ചെയ്യാൻ കഴിയില്ല. ദ എന്റർപ്രൈസ് ഇസ് എൻറ്റയർലി ഔട്ട്സൈഡ് ഓഫ് ഹിസ് ബാലിവിക്. അതായത് ഈ സ്ഥാപനം അവരുടെ കൺട്രോളിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ലെറ്റർ ആയിട്ടാണ് തിരിച്ചു മറുപടി വരുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു understand why Wilson and Hank P were so consistently unsuccessful. എന്തുകൊണ്ടാണ് ബിൽ വിൽസണും ഹാങ് പിയും ഈ പറയുന്ന കാര്യങ്ങൾ വിജയിച്ചില്ല എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. വിത്ത് ദ റിച്ച് മെൻ ദേ അപ്രോച്ച്ഡ് ഇൻ ന്യൂയോർക്കിലെ ഏത് ധനികരായ മനുഷ്യരുടെ അടുത്ത് സമീപിക്കുമ്പോഴും അവർക്ക് പണം ശേഖരിക്കാൻ കഴിഞ്ഞില്ല. സിറ്റി ഡ്യൂറിംഗ് ദ സമ്മർ ആൻഡ് ഫോൾ ഓഫ് 1930, സമ്മറിലും ഫോളിലും 1938. ബിൽ വാസ് അപ്സെറ്റ് ബൈ ദിസ് റിപ്പീറ്റഡ് ഫെയിൽ കംപ്ലൈനിങ് ദാറ്റ്. അതായത് ബില്ല് തികച്ചും നിരാശാജനകമായിട്ടുള്ള രീതിയിൽ പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻകൺസീവബിൾ ടു അസ് when we observe the amount of money raised for other purpose that we cannot quite readily secure adequate funds to carry forward a work of the probable importance of this one. Obviously, we have not yet discovered how to get about it. We simply have not reached the right people in the right way. അതായത് അവൻ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ശരിയായ ആളുകളെ ശരിയായ വഴിക്ക് കണ്ടെത്തിയിട്ടില്ല. നമുക്ക് തീർച്ചയായും ഈ സന്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് പണം ശേഖരിക്കേണ്ടതുണ്ട് പറയണം. അപ്പൊ വിൽസൺസ് ഫ്രസ്ട്രേഷൻ ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. അദ്ദേഹത്തിന്റെ നിരാശ നമുക്ക് മനസ്സിലാവും. ബട്ട് ജസ്റ്റ് ഹൗ ലൈക്ലി ഇസ് ഇറ്റ് ഈസ് ഓൾ ഓഫ് ദിസ് മെൻ വുഡ് ഹാവ് ബീൻ സോ കംപ്ലീറ്റ്ലി ഡെഫ് ടു ദ വർത്ത്നെസ് ഓഫ് ദ കോസ് ദേ വർ പ്രൊമോട്ടിംഗ്. അതായത് ഈ ധനികരായ മനുഷ്യർ എങ്ങനെ കേൾവി ശക്തി ഇല്ലാത്തവരായി ഇത്രയും വിലപിടിപ്പുള്ള വലിയ ജനങ്ങളെ, വളരെയധികം ആൽക്കോളിക്കായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്ന ഇത്തരം അമൂല്യമായ കാര്യങ്ങൾ അവരെന്തുകൊണ്ടാണ് കേൾക്കാൻ തയ്യാറാകാത്തത്? Perhaps the problem wasn't the Hank and Bill hadn't found the right people for the right way. അപ്പൊ അവര് ശരിയായ മനുഷ്യരെ ശരിയായ രീതിയിൽ കാണാത്തതായിരുന്നില്ല പ്രശ്നം. Perhaps it was the success they were so proud of, the early contribution from John D. Rockefeller Jr. and their current alliance with his closest associate that were the very source of their undoing. അതായത് ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ കയ്യിൽ നിന്ന് പണം ലഭിച്ച ആ വിജയത്തിൽ അവര് എന്ത് ചെയ്തു? അദ്ദേഹത്തിനോട് ക്ലോസസ് ആയിട്ടുള്ള, അദ്ദേഹത്തിനോട് സമീപവർത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു.
The community of the rich is small and instituous, and it is not inconceivable that one response to learning of Rockefeller's support for AA would be to wonder why John D. hadn't come up with a larger donation. He was so concerned about the worthiness of this cause. അതായത് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ജോൺ ഡി റിക്ഫെല്ലർ ആ കാലത്ത് അമേരിക്കയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ മനുഷ്യനാണ്. അവൻ ചെറിയൊരു പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോ ഇത്രമാത്രം സക്സസ് ഉള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പരിപാടിയാണെങ്കിൽ ജോൺ ഡി റോക്ക്ഫെല്ലറിന് എന്തുകൊണ്ട് കൂടുതൽ പണം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് അവനൊരു ലാർജർ എമൗണ്ട് അവർക്ക് കൊടുത്തുകൂടാ? എന്തുകൊണ്ടാണ് ഞങ്ങളോട് കൺവിൻസ് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് പണം കൊടുപ്പിക്കാൻ നോക്കുന്നതൊക്കെയാണ് അവരുടെ ചിന്ത പോയത്. After all, Wilson and Hampy were looking for that much money, only something like 30,000. അവസാനം ഇവരൊരു $30,000 എങ്കിലും കളക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ആൻ എമൗണ്ട് ദാറ്റ് വാസ് ലിറ്റിൽ മോർ ദാൻ പോക്കറ്റ് ചേഞ്ച് ടു റോക്ക്ഫെല്ലർ. അപ്പൊ അത് തീർച്ചയായും റോക്ക്ഫെല്ലറിന് എന്ന് പറയുന്നത് പോക്കറ്റിൽ കിടക്കുന്ന ചില്ലറ പൈസ പോലെ ഉള്ളൂ എന്നാണ് പലരും ചിന്തിച്ചത്. $30,000 എന്ന് പറയുന്നത് ഹാർഡ് worked off the fact that Rockefeller thought money would spoil the project already become so well known among the New York. അതായത് ജോൺ ഡി റോക്ക്ഫെല്ലർ ആ സമയത്ത് പറഞ്ഞ എന്താണ്? പണം ഇതിനെ നശിപ്പിക്കുമെന്നാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ റോക്ക്ഫെല്ലർ ചിന്തിച്ചത്, അല്ലെങ്കിൽ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആളുകൾ ചിന്തിച്ചത് പണം ഇതിനെ നശിപ്പിക്കും. ഓൾറെഡി ബിക്കം, അതായത് ഇപ്പൊ തന്നെ ന്യൂയോർക്കിൽ ഏറ്റവും അറിയപ്പെടുന്ന പരിപാടിയെ ഇപ്പൊ തന്നെ തീർക്കും എന്നാണ് അവർ ചിന്തിച്ചത് പണം കൊടുത്തു കഴിഞ്ഞാൽ. എലൈറ്റ് ദാറ്റ് ഇറ്റ് വുഡ് പ്രൊവൈഡ് ദം വിത്ത് എ റെഡിമെയ്ഡ് എക്സ്ക്യൂസ് ഫോർ സെയിങ് നോ. അതുകൊണ്ട് തന്നെയാണ് അവര് വളരെ നോ എന്ന് പറയുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞത്. വിത്തൗട്ട് എനി ഫിയർ, അവർക്കൊരു ഭയം ഉണ്ടായില്ല അത് പറയുമ്പോൾ. ഓഫ് ട്രബിളിങ് ദെയർ കോൺഷ്യസ്, അവരുടെ മനസാക്ഷിക്ക് ഒരു ഭയം ഉണ്ടായില്ല നോ എന്ന് പറയുമ്പോൾ. ഇൻ ദ ഫേസ് ഓഫ് ദ യൂണിവേഴ്സൽ, ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളിൽ, ആൻഡ് സമ്മറി റിജക്ഷൻ ഓഫ് ഓൾ ദെയർ അപ്പീൽസ്, ദിസ് മേ വിൽ ഹാവ് ബീൻ ദ കേസ്. അപ്പം ഇത്തരം അപ്പീലുകൾ ഇവർ റിജക്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാകാം. ലോകത്തിന്റെ കണ്ണില് പറയുന്ന സമ്മറി റിജക്ഷൻ ഓഫ് ദെയർ അപ്പീൽ, ദിസ് മേ വിൽ ഹാവ് ബീൻ ദ കേസ്. ഇതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഈ പണം ഇതിനെ നശിപ്പിക്കും എന്നുള്ള ആശയം കൊണ്ടാണ് അവർ പണം കൂടുതൽ കൊടുക്കാണ്ടിരുന്നത്. ഈവൻ മോർ ambitious than his hopes at JP Morgan were Bill's plans for 2 meetings he encouraged Fitz to set up in Washington DC. Before the Judge Casey project completely unraveled, Wilson encouraged Mayo to make contact with Stanley Woodward and കോളണൽ എഡ്വിൻ വാട്സൺ. അതായത് JP മോർഗനുമായിട്ടുള്ള മീറ്റിങ്ങിന് പ്ലാൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ജഡ്ജ് കേസി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അസുഖം മൂലം അദ്ദേഹത്തിന് പ്രൊജക്റ്റിൽ പങ്കുചേരാൻ കഴിയാത്ത അതിനിടയിലെല്ലാം വീണ്ടും രണ്ടുപേരുമായിട്ട് ഫിറ്റ്സ്മയോട് ബന്ധപ്പെടാൻ പറയുന്നുണ്ട്. ഒന്നാള് വുഡ്വാർഡും കോളണൽ എഡ്വിൻ വാട്സണും, 2 ഇമ്പോർട്ടന്റ് മെമ്പേഴ്സ് ഓഫ് ദ വൈറ്റ് ഹൗസ് സ്റ്റാഫ്. ഇവർ രണ്ടുപേരും അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ സ്റ്റാഫാണ്. ആൻഡ് കൺവിൻസ് ദം ദേ ഷുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദെൻ ബീയിങ് ഓർഗനൈസ്ഡ് ബൈ ദ ജഡ്ജ്. അതായത് അവർ രണ്ടുപേരോടും ഈ പറയുന്ന 2 ജഡ്ജിമാർ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് അവരോട് കൺവിൻസ് ചെയ്യാണ്. ദിസ് വാസ് ഷൂട്ടിംഗ് വെരി ഹൈ ഇൻഡീഡ്. അപ്പൊ ഇത് വളരെ അത്യാവശ്യകരമായിട്ട് അവര് പറഞ്ഞു. കോളണൽ വാട്സൺ ആൻഡ് പ്രസിഡന്റ് റൂസ്വെൽറ്റ്സ് പേഴ്സണൽ മിലിറ്ററി എയ്ഡ്, അതായത് അന്നത്തെ കാലത്തെ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റിന്റെ പേഴ്സണൽ സ്വകാര്യ മിലിറ്ററി എയ്ഡ് ആയിരുന്നു ഇദ്ദേഹം, മിലിറ്ററി സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ആൻഡ് വുഡ്വാർഡ് വാസ് ദ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് പ്രോട്ടോകോൾ. അപ്പോൾ വൈറ്റ് ഹൗസിലെ പ്രോട്ടോകോൾ നടത്തുന്നതിന്റെ ചീഫായിരുന്നു അദ്ദേഹം. 2 men who were not just in daily contact with the president of the United States. അതായത് അമേരിക്കയിലെ പ്രസിഡന്റുമായിട്ട് എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ് ഇവർ. ബട്ട് ഓൾസോ വെൽ നോൺ ടു ബി എമോങ് ഹിസ് ക്ലോസറ്റ് പേഴ്സണൽ ഫ്രണ്ട്സ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ റൂസ്വെൽറ്റിന്റെ സ്വകാര്യ കൂട്ടുകാർ കൂടിയായിരുന്നു ഇവർ രണ്ടുപേരും. Could Bill Wilson have had any greater hopes for the proposed Washington DC? അതുകൊണ്ട് തന്നെയാണ് ഈ വാഷിംഗ്ടൺ DC-യിലെ ആശയങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗ് വളരെ നന്നായ പല പ്രതീക്ഷകൾ ബിൽ ഡബ്ല്യൂയിൽ ഉണ്ടാക്കിയത്. മീറ്റിംഗ് ദാൻ ടു ഹാവ് ഇറ്റ് അറ്റൻഡ് ബൈ 2 men shared the confident ear of Franklin Delano Roosevelt. ഒരു പക്ഷെ പിന്നീട് അമേരിക്കയിലെ ഈ പ്രസിഡന്റിന്റെ വിശ്വാസവും തങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ബട്ട് ഓൾ ഓഫ് ദിസ് കെയിം ടു നട്ട്. Despite this grandiose plans and all of their effort,
അതായത് അതെല്ലാം അവസാനിച്ചു. ഈ പറയുന്ന പ്ലാനുകളോടും എഫേർട്ടുകളും എല്ലാം അവസാനിച്ചു. ബൈ ലേറ്റ് സെപ്റ്റംബർ വിൽസൺ വാസ് ഫോഴ്സ്ഡ് ടു അഡ്മിറ്റ് ഹി വാസ് റാദർ അഷേംഡ് ടു സേ ദാറ്റ് ഔട്ട്സൈഡ് ഓഫ് മിസ്റ്റർ ടൗൺസ് ജനറസ് കോൺട്രിബ്യൂഷൻ വി ഹാവ് നോട്ട് സെക്യൂർഡ് എ റെഡ് സെന്റ്. അതായത് ബിൽ വിൽസൺ ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. അതായത് മിസ്റ്റർ ടൗൺസ്, അതായത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലെ ആളിന്റെ ജനറസ് കോൺട്രിബ്യൂഷൻ ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ദ ഗെയിം പ്ലാൻ ദേ ഹാഡ് ബീൻ ഫോളോയിങ് ഫോർ ദ പാസ്റ്റ് സെവറൽ മന്ത്സ് വാസ് ഒബ്വിയസ്ലി നോട്ട് വർക്കിംഗ്. അതായത് അവരുടെ കളികൾ, ഈ പറയുന്ന മാസങ്ങളായിട്ടുള്ള കളികളൊന്നും വർക്ക് ചെയ്യുന്നില്ല. നോർ വാസ് ദർ എനി റിയൽ ഹോപ്പ്, ഒരു ശരിയായ പ്രതീക്ഷ കിട്ടുന്നില്ല. ദാറ്റ് ഇറ്റ് വുഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ ടൈം ടു റിലീവ് ദ ഗ്രോയിങ് ഡെസ്പറേഷൻ ഓഫ് ദർ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അതായത് ഇപ്പോഴുള്ള അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒരുപാട് നിരാശ കടന്നു വന്നു. എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്രോച്ച് വാസ് ക്ലിയർലി നീഡഡ്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ വിട്ടുകൊണ്ട് മറ്റൊരു സമീപനം നമ്മൾക്ക് വേണ്ടി വരും. നോട്ട് സർപ്രൈസിംഗ്ലി ഹെൻറി ജി ഹാഡ് എ പ്ലാൻ. അപ്പം വീണ്ടും ഹാങ് പി ഒരു പ്ലാൻ എടുക്കുകയാണ്. ഹാങ് അപ്രോച്ചസ് സിലാസ് ബെന്റ് അബൌട്ട് ദിസ് വീക്ക് മാഗസിൻ ആർട്ടിക്കിൾ. അതായത് ദിസ് വീക്ക് എന്ന് പറയുന്ന വീക്ക് മാഗസിനിൽ ഒരു ലേഖനം എഴുതാനായിട്ട് സിലാസ് ബെന്റിനെ സമീപിക്കുകയാണ്. പ്രഡിക്റ്റബിളി ഹാങ്സ് ന്യൂ പ്ലാൻ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹാങ്ങിന് ഒരു പുതിയ ആശയം ഉണ്ടായി. ഹാഡ് ടു ഡു വിത്ത് പ്രൊമോഷൻ ആൻഡ് ഫണ്ട് റൈസിങ്. അതായത് വീണ്ടും നമ്മുടെ ബുക്കിന് പ്രൊമോഷൻ കൊടുക്കാനും ഫണ്ട് റൈസ് ചെയ്യാനും ഹാങ്കിന്റെ മനസ്സിൽ പുതിയൊരു ആശയം വന്നു. ഹിസ് സ്കീം ഹിഞ്ച്ഡ് ഓൺ ദ വൈഡ് സർക്കുലേഷൻ ഓഫ് എ സ്റ്റോറി പ്രൈസിങ് ദെയർ വർക്ക് ആൻഡ് ഹിസ് സർട്ടൻലി ദാറ്റ് സച്ച് പബ്ലിസിറ്റി വുഡ് ജനറേറ്റ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്. അതായത് പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾക്ക് പൊതുസമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുക്കിനെ പറ്റി വിവരിച്ചുകൊണ്ട് ഒരു സർക്കുലേഷൻ ഇറക്കുക, നമ്മുടെ ബുക്കിനെ പ്രൈസ് ചെയ്യുക. ബട്ട് ഇറ്റ് വാസ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ഹിസ് പ്രപ്പോസൽ ദാറ്റ് പ്രൂവ്ഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഹി ക്ലെയിംഡ് ദാറ്റ് വൺസ് ദിസ് വെൽ പ്ലേസ്ഡ് ആർട്ടിക്കിൾ ഹാഡ് പുട്ട് ദം ഇൻ ടച്ച് വിത്ത് ഹ്യൂജ് ആൻഡ് റെസ്പെക്റ്റീവ് ഓഡിയൻസ്. അതായത് ദിസ് വീക്ക് എന്ന് പറയുന്ന മാഗസിനിൽ നമുക്ക് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അത് വായിക്കും. ദേ വുഡ് ദെൻ റെസ്പോണ്ട് ടു ഓൾ എൻക്വയറീസ് ബൈ ഓഫറിംഗ് സെവറൽ ചാപ്റ്റേഴ്സ് ഫ്രം ദ സൂൺ ടു ബി ഫിനിഷ്ഡ് ബുക്ക് ഫോർ ജസ്റ്റ് $1. അങ്ങനെ അവർ വായിച്ചു തുടങ്ങിയാൽ വീണ്ടും ഉള്ള ചാപ്റ്ററിന് വേണ്ടിയിട്ട് അവർ $1 ഇടാൻ തയ്യാറായാൽ ദ പ്രൈസ് ഓഫ് എ പൈൻറ്റ് ഓഫ് ചീപ്പ് വിസ്കി, അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും ചീപ്പ് വിസ്കിയുടെ പ്രൈസ് മാത്രമാകുന്നുള്ളൂ $1 ആ സമയത്ത്. ദർ ബൈ റൈസിങ് എനഫ് മണി ടു ഫിനാൻസ് ദ റൈറ്റിംഗ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക്. അങ്ങനെ അവർ പിന്നീടുള്ള ചാപ്റ്ററിന് വേണ്ടിയിട്ട് $1 ഇടാൻ തയ്യാറായാൽ, അമേരിക്കയിലെ ഏറ്റവും ചീപ്പ് വിസ്കിയുടെ പ്രൈസ് എങ്കിലും ഇടാൻ തയ്യാറായാൽ പിന്നീടുള്ള ചാപ്റ്റർ സുഗമമായി നമുക്ക് എഴുതാൻ കഴിയും. ഫ്ലോയ്ഡ് പാഴ്സൺസ് ഹാഡ് പ്രോമിസ്ഡ് ദം നാഷണൽ എക്സ്പ്ലോഷർ ഇൻ ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് വൺസ് ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ്. അതായത് ബുക്ക് ഇറങ്ങിയതിന് ശേഷം സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ താൻ ഒരു ആർട്ടിക്കിൾ എഴുതാമെന്ന് ഇതിനോടകം തന്നെ ഫ്ലോയ്ഡ് പാഴ്സൺസ് പറഞ്ഞു കഴിഞ്ഞു. ബട്ട് വാട്ട് ദേ ഡെസ്പറേറ്റ്ലി നീഡഡ് റൈറ്റ് നൗ വാസ് എനഫ് ക്യാഷ് ടു സപ്പോർട്ട് ദംസെൽസ് വൈൽ ദേ റോട്ട്. അതായത് അവർ എഴുതുന്നതിനൊപ്പം എഴുത്തിനോടൊപ്പം കുറച്ച് പണം കൂടി അവർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ. എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബുക്ക്, അതായത് ബുക്ക് എഴുതി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിലവിൽ അവർക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. ബിൽ ഹാങ് ആൻഡ് ഫിറ്റ്സ് വെർ ഫ്ലാറ്റ് ബ്രോക്ക് ആൻഡ് ക്വിക്ക്ലി സ്ലിപ്പിംഗ് ഡീപ്പർ ഇൻ ടു ദ ഡെപ്റ്റ്. അതായത് ഹാങ്കും ഫിറ്റ്സും ബില്ലും ശരിക്കും പറഞ്ഞാൽ പണപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അവർ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ആസ് ദേ സ്ട്രഗിൾഡ് ടു കവർ ദയർ റെഗുലർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്. ദൈനംദിന ചെലവുകൾ, വീട്ടിലെ ദൈനംദിന ചെലവുകൾ നടത്താൻ പോലുള്ള പണം അവരുടെ കയ്യിലില്ല. സംതിങ് ഹാഡ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി, എന്തെങ്കിലും ഇപ്പോൾ തന്നെ ചെയ്തേ പറ്റൂ. ആൻഡ് ഹാങ്സ് പ്ലാൻ ഫോർ ക്യാപിറ്റലൈസിംഗ് ഓൺ ദിസ് proposed wide-ranging publicity sounded like the best way to raise money quickly, maximize the resources they already had on hand. അതായത് ഇപ്പോൾ നിലവിലുള്ള തങ്ങളുടെ ഈ ബുക്കിന്റെ 2 കോപ്പികൾ വെച്ച് പുസ്തകത്തിൽ വീക്കിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പണം, മൂലധന ശേഖരണം നടത്താൻ കഴിയും. നമുക്ക് വൈഡ് റേഞ്ചിങ് പബ്ലിസിറ്റി, അമേരിക്ക മൊത്തത്തിൽ, ലോകം മൊത്തത്തിൽ നമ്മളെ പറ്റി അറിയാനായിട്ട് സഹായിക്കുമെന്നുള്ള ഒരു വലിയ ഐഡിയയാണ് ഹാങ് കൊണ്ടുവന്നത്. അതോടൊപ്പം പണം പെട്ടെന്ന് ശേഖരിക്കാൻ കഴിയും. വൺ ഓഫ് ദെയർ മെമ്പേഴ്സ്, അവരിലൊരു മെമ്പറായിട്ടുള്ള സിലാസ് ബെന്റ് ഹാഡ് എ വർക്കിംഗ് റിലേഷൻ വിത്ത് ദിസ് വീക്ക് മാഗസിൻ. അതായത് നമ്മുടെ അംഗമായിരുന്ന സിലാസ് ബെന്റ് ദിസ് വീക്ക് മാഗസിനിൽ പ്രവർത്തിച്ചിരുന്നു. A syndicated Sunday supplement distributed locally by the New York Herald Tribune.
അതായത് ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ എന്ന് പറയുന്നത് മറ്റൊരു മാഗസിനാണ്. ദിസ് മാഗസിൻ ഹാഡ് എ വീക്ക്ലി നാഷണൽ വൈഡ് സർക്കുലേഷൻ ഓഫ് ഓവർ 5 മില്യൺ കോപ്പീസ്. 5 മില്യൺ കോപ്പികളായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ആൻഡ് ഹാങ് വാസ് ഷുവർ ആൻ ആർട്ടിക്കിൾ ദിസ് വീക്ക് വാസ് ദ റെസ്പെക്റ്റഡ് പെർഫെക്റ്റ് വെഹിക്കിൾ ഫോർ പ്രൊഡ്യൂസിങ് ദ പബ്ലിസിറ്റി ദാറ്റ് ദേ സോ ഡെസ്പറേറ്റ് നീഡഡ്. അപ്പൊ ഹാങ് പറയുന്നത് വീക്കിൽ ഒരു ഒരു പ്രസിദ്ധീകരണം ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതൊരു നമുക്ക് മറ്റ് പത്രങ്ങളിൽ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു വാഹനമായിട്ട് മാറും. ഹൗ കുഡ് ദേ ഫെയിൽ ടു റേസ് സം മണീസ് വൺസ് ദേ ഹാഡ് റിസീവ്ഡ് സച്ച് പെർമനന്റ് നാഷണൽ എക്സ്പോഷർ. അപ്പൊ ഇത്രയും വലിയ പ്രസിദ്ധിയാർന്ന ദേശീയ പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുകൊണ്ട് പണം ശേഖരിക്കാനായിട്ടുള്ള ഉത്തമമായ മാർഗമായി മാറുകയില്ല. ബിൽ വിൽസൺ ഹാഡ് മെറ്റ് സിലാസ് ബെന്റ് ഇൻ ടൗൺ ഹോസ്പിറ്റൽ ഇൻ നവംബർ 1935. 1935 സിലാസ് ബെന്റിനെ ബിൽ വിൽസൺ നേരിട്ട് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? ചാൾസ് ബി ടാൻസ്ഫോഴ്സിന്റെ ചികിത്സയിൽ വെച്ച്. ആൻഡ് ഹെൽപ്ഡ് ഹിം ബിക്കം ദ തേർഡ് സോബർ മെമ്പർ ഓഫ് ദയർ ഗ്രൂപ്പ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്ക് സിറ്റിയിലെ മൂന്നാമത്തെ മെമ്പറായി അദ്ദേഹത്തിന് സഹായിച്ചു. ബട്ട് ലെസ് ദാൻ എ ഇയർ ലേറ്റർ, ഒരു വർഷത്തിന് ശേഷം സിലാസ് ഹാഡ് എ സ്പെക്ടാക്കുലർ സ്ലിപ്പ്, ഒരു വലിയ സ്ലിപ്പ് ഉണ്ടായി. ഡ്രിങ്കിങ് ഹിംസെൽഫ് ഇൻ എ സ്റ്റെപ്പ് ദ ലാസ്റ്റഡ് ഫോർ സെവറൽ വീക്സ്. അതായത് അദ്ദേഹം വീണ്ടും കുടിച്ചു. അത് കുറെ ആഴ്ചകളോളം തുടർന്നു. ഹിസ് വൈഫ് പ്ലേസ്ഡ് എ ഡെസ്പറേറ്റ് ഫോൺ കോൾ ടു വിൽസൺ. അതുകൊണ്ട് തന്നെ നിരാശയിലാർന്ന അവന്റെ വൈഫ് ബിൽ വിൽസനെ വീണ്ടും വിളിച്ചു. ബിൽ ടുക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ ഫ്രം ഗ്രാൻഡ് സെൻട്രൽ ടു ഓൾഡ് ഗ്രീൻവിച്ച്. അതായത് ന്യൂയോർക്കുള്ള ഗ്രാൻഡ് സെൻട്രലിൽ നിന്ന് ഓൾഡ് ഗ്രീൻവിച്ചിലേക്ക്, കണക്റ്റിക്കറ്റിലേക്ക് അദ്ദേഹം ട്രെയിൻ പിടിച്ച് ബിൽ വിൽസൺ ഉടനെ അവിടെ എത്തി. ആൻഡ് ഫൗണ്ട് ഹിസ് ഫ്രണ്ട് പ്രാക്ടിക്കലി അൺകോൺഷ്യസ് ആൻഡ് ഇൻ എ സീരിയസ്ലി ഡിറ്റേർഡ് സ്റ്റേറ്റ്. വളരെ പരാജയമായ അബോധാവസ്ഥയിൽ, അടുത്ത അബോധാവസ്ഥയിൽ ഗൗരവമായിട്ടുള്ള അവസ്ഥ, ദയനീയമായ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടു. സീരിയസ്ലി ഡിറ്റോർട്ടഡ് സ്റ്റേറ്റിൽ കണ്ടു. ഇൻ എ പാനിക്, അവൻ വളരെ അസ്വസ്ഥനാണ്, പാനിക്കായിരുന്നു. വിൽസൺസ് കോൾഡ് എ ക്യാബ്, ഒരു ക്യാബ് വിളിച്ചു, അതെന്ന് വെച്ചാൽ ടാക്സി വിളിച്ചു. ആൻഡ് ഡാഷ്ഡ് ദ ഡങ്കൺ ആൻഡ് ഡേഞ്ചറസ് ലിൽമാൻ ഡൗൺ ടു ടൗൺസ് ഹോസ്പിറ്റൽ. അവിടെ നിന്ന് അദ്ദേഹത്തിനെ ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. വേർ ഡോക്ടർ സിൽക്കോർത്ത് പ്രൊനൗൺസ്ഡ് ബെന്റ് ടു ബി ആൻ ഓൺ ഡെത്ത് ഡോട്ട്സ് ഹോൾഡിംഗ് ഔട്ട് എ ലിറ്റിൽ ഹോപ്പ് ഫോർ ദിസ് സർവൈവൽ. അതായത് അവിടെ വെച്ചിട്ട് സിൽക്കോർത്ത് ബെന്റിനോട് പറഞ്ഞു, നിങ്ങൾ മരണത്തിന്റെ ഡോറിൽ പിടിച്ചിരിക്കുന്നു, നിങ്ങൾക്കിനി പ്രതീക്ഷയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഓർ ലിറ്റിൽ ഹോപ്പ് ഫോർ ഹിസ് സർവൈവൽ. അപ്പോൾ സൈലസ് ഹവർ ക്വിക്ലി പ്രൂവ്ഡ് ദ ഡോക്ടേഴ്സ് ഡയർ പ്രഡിക്ഷൻ റോങ് ബൈ മേക്കിംഗ് ആൻ അമേസിംഗ് ക്വിക്ക് ആൻഡ് ഫുള്ളി റിക്കവറി. പക്ഷേ ഈ സിലാസ് എന്ന് പറയുന്ന ആള് ഡോക്ടർ പറഞ്ഞ ഈ പ്രഡിക്ഷൻ, അതങ്ങനെയുള്ള പ്രഡിക്ഷൻ റോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്വിക്ക് ആൻഡ് ഫുള്ളി റിക്കവറി, പെട്ടെന്ന് തന്നെ മുഴുവനായി സോബറായി മാറി. The next time, Silas showed up in the records in the long letter Bill wrote to Dr. Bob Smith. അടുത്ത പ്രാവശ്യം സിലാസിനെ പറ്റി ഈ ഒരു ലോങ് ലെറ്റർ ബില്ല് ഡോക്ടർ ബോബിന് സ്മിത്തിന് എഴുതുന്നുണ്ട്. അത് ജൂൺ 1938 റിപ്പോർട്ടിംഗ് ഓൺ ബെൻസ് ഗ്ലോയിങ് ഒപ്പീനിയൻ, അതായത് ബെൻസിന്റെ ചില അഭിപ്രായങ്ങൾ ഓഫ് ദ 2 chapters ജസ്റ്റ് റിട്ടൺ ആൻഡ് ഹിസ് ഹൈ ഹോപ്സ് ഫോർ ദ പ്രൊപ്പോസ്ഡ് ബുക്ക്. അതായത് ഈ 2 ചാപ്റ്ററുകൾ അദ്ദേഹം വായിച്ചു. അപ്പൊ സിലാസിന്റെ ഇനി മുന്നുള്ള ഈ ബുക്കിനെ പറ്റിയുള്ള പ്രതീക്ഷകളെ പറ്റി ഡോക്ടർ ബോബിന് എഴുതണം. വിൽസൺസ് റീ എൻഫോഴ്സ്ഡ് ബെൻസ് credibility as a critic by reminding Bob that Silas was a star reporter and writer. അതായത് സിലാസിനെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സ്റ്റാർ, നക്ഷത്ര റിപ്പോർട്ടർ, അതായത് വളരെയധികം പ്രസിദ്ധി അറിഞ്ഞ റിപ്പോർട്ടറാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഹു വാസ് അറ്റ് വൺസ് ടൈം എഡിറ്റർ ഓഫ് ദ ന്യൂയോർക്ക് ടൈംസ് സൺഡേ മാഗസിൻ. അതായത് ന്യൂയോർക്ക് ടൈം മാഗസിനിൽ ഒരിക്കൽ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സിലാസ്. അപ്പൊ സിലാസിന്റെ ഈ ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായം ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യു അറിയിക്കാണ്. വാട്ട് എവർ ഹിസ് പാസ്റ്റ് റൈറ്റിംഗ് അക്കംപ്ലിഷ്മെന്റ് ആൻഡ് ദേ വേർ ഇൻ ഫാക്ട് കൺസിഡറബിൾ. ഒരു പക്ഷേ കുടി നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ കാര്യമാക്കേണ്ടതില്ല. Bent was at this time regularly supplying copy for the page 2 featured in this week magazine. Hank approached Silas and says he make a more substantial contribution by writing a full-length article about their success in getting people sober. അതായത് ഹാങ്ക് പറയുന്ന സിലാസ് ദിസ് വീക്ക് മാഗസിനിൽ
പേജ് 2 ചില കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ ആർട്ടിക്കിൾ എഴുതണമെന്ന് ഹാങ്ബി വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതായത് സോബർ ആവുന്ന ആളുകളെ കുറിച്ചൊക്കെ. ഹാങ് ഓൾസോ മെൻഷൻഡ് ദാറ്റ് വാട്ട് എവർ സിലാസ് മൈറ്റ് റൈറ്റ് ഹി ഷുഡ് ഇൻക്ലൂഡ് എ പാരഗ്രാഫ് ദാറ്റ് വുഡ് ഗ്രാജുവലി ഡിസ്ക്ലോസ് നീഡ് ഫോർ ഫണ്ട്സ്. അപ്പൊ എന്തെങ്കിലും ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന സംഘടനയ്ക്ക് ഫണ്ട് ആവശ്യമുണ്ടെന്നും വൺസ് ദിസ് ആർട്ടിക്കിൾ വാസ് റീഡ് ബൈ സെവറൽ 100,000 ഫാമിലീസ് വേർ ദ ആൽക്കോഹോളിക് പ്രോബ്ലം അസിസ്റ്റ്. അതായത് ഇത് വായിക്കുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടാകാം. എ വുഡ് ഷുവർലി റിസീവ് എ ഹ്യൂജ് നമ്പർ ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഹെൽപ്പ്. ഒരു പക്ഷേ എക്ക് കൂടുതൽ ഇൻഫോർമേഷനും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്ററുകൾ അവർ അയച്ചേക്കാം. പ്രൊവൈഡിംഗ് ബിൽ ആൻഡ് ഹാങ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെൽ കോപ്പീസ് ഓഫ് ദ ഓൾറെഡി റിട്ടൺ ചാപ്റ്റേഴ്സ് ടു മെനി ഓഫ് ദ പീപ്പിൾ ഹു റോട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് ദെയർ ബൈ റേസ് ദ മണി നീഡ്സ് ഫോർ ദർ ഓൺ ഗോയിങ് സപ്പോർട്ട്. അങ്ങനെ വിളിക്കുന്നവർക്ക് ഞങ്ങൾ എഴുതിയിട്ടുള്ള ഈ 2 കോപ്പികൾ വിൽപ്പനയ്ക്കായി കൊടുത്തുകൊണ്ട് കൂടുതൽ പണം ശേഖരിക്കാമെന്നും അങ്ങനെ പണം കണ്ടെത്താമെന്നും ഹാങ് ഈ പറയുന്ന എഡിറ്ററോട് പറയാണ്, അല്ലെങ്കിൽ റൈറ്ററോട് പറയാണ്. ഹാങ് ഹാഡ് നോ ഡൗട്ട്. ഹാങ്ങിന് അങ്ങനെ വലിയ സംശയമൊന്നുമില്ല. ദാറ്റ് ഇഫ് സിലാസ് റോട്ട് ആൻഡ് സബ്മിറ്റഡ് സച്ച് an ആർട്ടിക്കിൾ, അങ്ങനെ ഒരു എഴുതും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത്, ഇറ്റ് വുഡ് ബി പബ്ലിഷ്ഡ്, അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ഹി വാസ് നോട്ട് ടു ഫാർ റോങ്. ബൈ മിഡ് സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ മധ്യത്തിൽ, ബെന്റ് ഹാഡ് ഫിനിഷ്ഡ് ദ പീസ് ആൻഡ് സബ്മിറ്റഡ് ടു ജനറൽ ജെറാൾഡ് മൈഗ്രേറ്റ് ദ മാഗസിൻ എഡിറ്റർ ഓഫ് ദിസ് വീക്ക് മാഗസിൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബെന്റ് ഒരു കഥ, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതി ദിസ് വീക്ക് മാഗസിൻ്റെ ജെറാൾഡ് മൈഗ്രേറ്റ് എന്ന് പറയുന്ന മാനേജിംഗ് എഡിറ്റർക്ക് കൊടുക്കുകയാണ്. മൈഗ്രേറ്റ് റെസ്പോണ്ടഡ് enthusiastically on September 9, saying, പേഴ്സണലി ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വലിയ താല്പര്യമുണ്ട്. ആൻഡ് ഹി പ്രോമിസ്ഡ് ബെന്റ് എ പ്രോംപ്റ്റ് ആൻസർ ഓൺ ദ പബ്ലിഷർ ആൻഡ് ദ ഓണർ ഓഫ് ദ മാഗസിൻ ഫൗണ്ട് ദ ടൈം ടു റീഡ് ഇറ്റ്. അതായത് ആ മാഗസിൻ്റെ ഓണറും പബ്ലിഷറും കൂടി അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മറുപടി ഞാൻ തരാമെന്ന് പറയണം. ഓൺ ദ സെയിം ഡേ ദാറ്റ് മാർഗ്രറ്റ് വാസ് റൈറ്റിംഗ് ദിസ് ഫസ്റ്റ് റെസ്പോണ്ട് ടു ഹിം, ഹാങ്, ബിൽ ആൻഡ് ലൂയിസ് drove out to Old Greenwich for a talk the Silas about the Tribune article. അപ്പോൾ ആ സെയിം ഡേയിൽ മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഈ മാനേജിങ് എഡിറ്റർ അവർക്കൊരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ഹാങ്കും ബില്ലും ലൂയിസും ഇതേ സമയത്ത് ഓൾഡ് ഗ്രീൻവിച്ചിലേക്ക് സിലാസിനെ കാണാനായിട്ട് ഈ ആർട്ടിക്കിളെ പറ്റി പറയാനായിട്ട് പോവാണ്. ഇഫ് ദേ വേർ അബൌട്ട് ടു റിസീവ് സച്ച് എ മാസീവ് ഫേവറബിൾ നാഷണൽ എക്സ്പോഷർ, then they needed to formulate a plan for handling the deluge of requesting for help which would surely be generated by this publicity. ഈ തരത്തിൽ വീക്ക് മാഗസിനിൽ ഇപ്പോൾ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം അന്വേഷണങ്ങൾ, കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിന് കൃത്യമായി മറുപടി കൊടുക്കാനുമായിട്ട് അവർ വേറൊരു പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്, മാസീവായിട്ടുള്ള ഒരു പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്. ഇറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു നോ മോർ അബൌട്ട് ദിസ് കോൺവെർസേഷൻ. But given the typical over-the-top optimism of the participants in that discussion, we can only presume the plans they have made that day were both ambitious and elaborate. അവരുടെ ഇത്തരം ആഗ്രഹങ്ങൾ ഇത്തരം മാഗസിനിൽ വരും, ധാരാളം അംഗങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ധാരാളം എൻക്വയറികൾ വരും, എല്ലാത്തിനും കൃത്യമായി മറുപടി വരണം. രാജ്യത്തു നിന്നും ലോകത്തിന്റെ പുറത്തുനിന്നെല്ലാം നമുക്ക് എഴുത്തുകളും ഫോൺ കോളുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. The need for such planning, however, was called into question the very next day when Margaret raised the first of several complications. അതായത് ഇതേ സമയം മൈഗ്രേറ്റ് എന്ന് പറയുന്ന ആള് കുറെ കുഴപ്പം പിടിച്ച കുറെ ചോദ്യങ്ങളുമായി എത്തി. He wrote to Silas telling him the publisher had now read the article with interest. അതായത് പബ്ലിഷർ ഈ കത്ത് വളരെ താല്പര്യത്തോടെ വായിച്ചു. ബട്ട് they both felt that something important was missing. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതിനകത്ത് മിസ്സായി. Would it be possible, he asked, to incorporate in the article a description of how the cure works? അതായത് അദ്ദേഹം പറയാണ്, ഈ സുബോധം ഇവർക്ക് കിട്ടുന്നു എന്ന് പറയുന്ന സുഖപ്പെടൽ പദ്ധതി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായി അതിനകത്തൊന്ന് ഉൾപ്പെടുത്താൻ കഴിയുമോ? വാട്ട് ഇറ്റ് ബോയിൽസ് down to is that they tell us that the reader under the new cure assist and then don't tell us anything about it. അപ്പം ഈ ഒന്നില്ലെങ്കിൽ ഈ പദ്ധതി എങ്ങനെയാണെന്ന് കൃത്യമായി വിവരിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി പറയാതിരിക്കുക. Would this be written in the first person by some man who has actually gone through the process? Such an article would be extremely valuable and extremely interesting to any reader with an alcohol from anywhere in the horizon. ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്കുമുള്ള ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് ഈ വാല്യുബിൾ ആയിട്ടുള്ള ഈ സുഖപ്പെടൽ പദ്ധതി എങ്ങനെയാണ് അവർക്ക് വർക്ക് ചെയ്തതെന്ന് അറിയാൻ കഴിയും, അവർക്ക് വായിക്കാൻ. ആസ് ഇറ്റ് സ്റ്റാൻഡ്, മിസ്റ്റർ ഫീൽഡ്
മിസ്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പബ്ലിഷറാണ്. ആൻഡ് I agree the piece of fails to hammer its real interest home, and the real interest in lies performance in the process rather than the fact that there is hope. I would hold the piece there awaiting your reply. അതായത് അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കഷ്ടതയിലാർന്ന കുടുംബങ്ങളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഈ പീസ് നിങ്ങൾ എഴുതി തന്ന ഈ ആർട്ടിക്കിൾ ഞാൻ ഇവിടെ വയ്ക്കാം. നിങ്ങൾക്കത് നിങ്ങളുടെ മറുപടി വരുന്നത് വരെ. ദിസ് വാസ് വെരി ബാഡ് ന്യൂസ് ഇൻഡീഡ്. ഇത് വളരെ വളരെ മോശമായ വാർത്തയാണ്. വൈ ദേ ഓൾറെഡി ഹാഡ് സച്ച് എ ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട് ഇൻ ബിൽ സ്റ്റോറി. അതായത് അതിനകത്ത് തീർച്ചയായും ബിൽ സ്റ്റോറിയിൽ ബില്ലിന്റെ കഥയിൽ അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ദാറ്റ് ഡിഡ്ന്റ് വാണ്ട് ടു പബ്ലിഷ് ദാറ്റ് ഇൻ ദ മാഗസിൻ. അവൻ ആ മാഗസിനിൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റഡ് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ദേ വേർ ഹോപ്പിംഗ് ടു സെൽ ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഹൂ റീഡ് ദ മാഗസിൻ ആർട്ടിക്കിൾ. അപ്പം അതായത് വായിക്കുന്ന വായനക്കാർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാൻ അവരായിരിക്കും. വിൽ ഹാഡ് നോട്ട് അറ്റ് റിട്ടൺ എനി ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ദേ ക്യൂർ വർക്ക്. അതായത് ഈ സുഖപ്പെടൽ പദ്ധതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതുവരെ ബിൽ ഡബ്ല്യു അതേ സമയത്ത് എഴുതിയിട്ടില്ല. ലേബർ ദാറ്റ് വുഡ് പ്രൂവ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് സിംഗിൾ ചലഞ്ച് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പെർഹാപ്സ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അക്കംപ്ലിഷ്മെന്റ്. ബട്ട് ഇറ്റ് വാസ് ദിസ് പോയിന്റ് വിൽസൺ വാസ് സ്റ്റിൽ almost 3 months away from his first serious attempt to produce the culmination of how much the cure actually work. അതായത് നമ്മുടെ സുഖപ്പെടൽ പദ്ധതി പിന്നീട് 3 മാസത്തിന് ശേഷമാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് ഈ വീക്ക് മാഗസിൻ പറഞ്ഞപ്പോൾ ബില്ലിന്റെ കഥ പ്രസിദ്ധീകരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്കുണ്ടായിട്ടില്ല. സിലാസ് പാസ്ഡ് അലോങ് കോപ്പീസ് ഓഫ് ദിസ് കറസ്പോണ്ടന്റ് ബിൽ ആൻഡ് സജസ്റ്റഡ് ദേ ഹാഡ് റീച്ച്ഡ് ആൻ ഇംബേസ് ദാറ്റ് ഓൺലി ഹി കുഡ് റിസോൾവ്. അതായത് ബിൽ വിൽസൺ ആ കത്ത് തിരിച്ചയക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമേ ഇത് എന്തെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഐ ബിലീവ് ദ ബെസ്റ്റ് തിങ് ഫോർ യു ടു ഡു ഇസ് ടു സീ ഗെറാൾഡ് മൈറ്റിഗ്രേറ്റ്. അതായത് ഈ പറയുന്ന മാനേജറെ പോയി കാണുക. ബട്ട് യു മോസ്റ്റ് മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് ടു ദ മിനിറ്റ്. യു കാണ്ട് ജസ്റ്റ് ഡ്രോപ്പ് ഓൺ ടു ദ ഗേ ഈവൻ സോ ഹി മേ കീപ് യു വെയിറ്റിംഗ്. അപ്പോ അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തെ വേണം യു കാണ്ട് ജസ്റ്റ് ഡ്രോപ്പ് ഓൺ ദ ഗേ. ഇൻ ഷോർട്ട് ഓൾ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് റിവൈവിംഗ് ദ ആർട്ടിക്കിൾ ഓഫ് ദ പബ്ലിഷ്ഡ് സാറ്റിസ്ഫാക്ഷൻ ഹാർഡ് now been dropped directly into വിൽസൺസ് ലാബ്. അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിനെ പോയി കണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ആശയം വിൽസൺ പോയി കണ്ടില്ല. അതുകൊണ്ട് മാഗസിനിൽ വീക്ക് മാഗസിനിൽ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ള ആശയം അവിടെ ഡ്രോപ്പ് ചെയ്തു. അടുത്തത് ദ തേർഡ് ഫൗണ്ടേഷൻ മീറ്റിംഗ് ആണ് ദ ലാക്ക് ഓഫ് മണി. പണത്തിന്റെ അപര്യാപ്തതയെ കുറിച്ചാണ്. നമുക്ക് കഴിയുമെങ്കിൽ അടുത്ത സംസാരിക്കാം. താങ്ക് യു.